Hi, hello, good afternoon. Hello, good afternoon. Good afternoon, sir. Good afternoon, sir. Yes, good afternoon, good afternoon. Good afternoon, sir. Good afternoon. Yeah, hi, good afternoon, good afternoon. ഓ എല്ലാവരും പരിചയമുള്ള കുറെ ആൾക്കാരുണ്ട്. ഞാൻ പേരൊന്നും വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ് യെസ്. നമുക്കൊരു ഷാർപ്പ് ഒരു 2-3 മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്യാം. കുറച്ച് പേര് 10-15 പേര് ജോയിൻ ചെയ്യാനുള്ളതാണ്. കൺഫേംഡ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. പിന്നെ ഞാൻ അധികം അങ്ങോട്ട് പരസ്പരം പരിചയപ്പെടുത്താൻ ചിലപ്പോൾ നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സ് തന്നെ ആവാൻ സാധ്യത ഉണ്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ ഒരു ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് വരണ്ടെന്ന് കരുതിയിട്ടാണ് പരസ്പരം പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ഓൾ ലൈക്ക് കറക്റ്റ് ആണല്ലോ അല്ലേ? ഇനി സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഗോ ഹെഡ്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പീപ്പിൾ ഷുഡ് ഇൻട്രാക്ട്. കാരണം നമ്മളൊക്കെ സെയിം ഇൻഡസ്ട്രി ഉള്ളതാണ്. അതുകൊണ്ട് പരസ്പരം ഇൻട്രാക്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യണം നല്ലതായിരുന്നു. നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു കം ഹെഡ്. നിങ്ങളെ പേര്, നിങ്ങളെ സ്ഥലം, നിങ്ങളെ സെൻറ്റർ ഒക്കെ പറയുവാണെങ്കിൽ എല്ലാവർക്കും ഒരു പരിചയം അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. പരസ്പരം നിങ്ങളത് ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും, 100% ഹെൽപ്പ് ചെയ്യും, ഒരു സംശയം വേണ്ട. കാരണം നെറ്റ്വർക്കിംഗ് നമ്മുടെ ഓർഗനൈസേഷൻ ആണെങ്കിലും ബിസിനസ് ഗ്രോ ചെയ്യാൻ 4 സീക്രട്ടാണ് ഉള്ളത്. SNLG എന്നാണ് പറയാം. അതിൽ രണ്ടാമത്തെ N നെറ്റ്വർക്കാണ്. ബാക്കിയുള്ളത് ഞാൻ പറയുന്നില്ല, സീക്രട്ട് ആണല്ലോ. യെസ് യെസ്. ഓക്കെ, സംസാരിക്കാൻ പറ്റുന്നവർ പ്ലീസ് ഒന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം നല്ലതായിരുന്നു. ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് അറിയട്ടെന്നേ നമ്മുടെ എഡ്യൂക്കേഷൻ ഡൊമൈനിൽ. ഹലോ. യെസ് യെസ്, ഹായ്. ആരാ അതിന്റെ ഞാൻ CEO? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ ദീപക്. എൻ്റെ പേര് ശ്രീകുമാർ. ഓക്കെ ഓക്കെ, യെസ് സർ. ഞാൻ നോർത്ത് പറവൂരിൽ നിന്നാണ്, എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്നാണ്. സർ ഇൻസ്റ്റിറ്റ്യൂട്ട് പേരെന്തായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഗൈഡ് ലൈൻ ഇന്നോവേഷൻസ് എന്നാണ്. ഓക്കെ ഓക്കെ, റൈറ്റ് സർ. സോ ഹാപ്പി ടു ഹാപ്പി ടു മീറ്റ് യു ആൻഡ് ഹാപ്പി ടു നെറ്റ്വർക്കിംഗ് എനിവേ. താങ്ക് യു. താങ്ക് യു. നിങ്ങൾ എന്ത് കോഴ്സ് പഠിപ്പിക്കുമെന്ന് പറയണം നല്ലതായിരുന്നേ. ചിലപ്പോൾ നിങ്ങൾക്ക് കൊളാബറേറ്റീവ് ഓപ്പർച്യൂണിറ്റി കിട്ടും, മേ ബി. ഞങ്ങള് കൂടുതലും കൊമേഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ടാലി മേഖലയിലുള്ള കോഴ്സുകൾക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ സോഫാർ കൊടുത്തുകൊണ്ടിരുന്നത്. കോവിഡിന് മുമ്പ് വരെ കുറച്ചും കൂടെ ടെക്നോളജി ബേസ്ഡ് ആയിരുന്നു. കോവിഡിന് ശേഷം ഈ മേഖലയിലാണ്. ഇപ്പൊ ഈ വർഷം മുതലൊന്ന് കുറച്ചും കൂടി ഒന്ന് സർട്ടിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ സെമിനാറിനെ കുറിച്ച് കണ്ടത്. ആണല്ലേ? മൾട്ടിപ്ലൈ ആയിട്ടുള്ള കുറച്ച് മേഖലയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇത്തിരി ഫോക്കസ് കുറവുണ്ട്. അപ്പൊ ഇതെനിക്കൊരു കുറച്ചും കൂടി ക്യാപ്സുലൈസ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് ആയിരിക്കും എന്നുള്ളൊരു ഫീലാണ് ഉള്ളത്. എക്സ്പെക്ട് ഞാൻ കാണാറുണ്ട് ദീപകിന്റെ പല പല പ്രൊജക്ടുകളിലും ഒരു ബേസിക് ഇൻഫർമേഷൻ ഞാൻ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. That's why I'm very much interested to interact with you and the others. Thank you very much. യെസ് യെസ്. ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ശ്രീകുമാർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വാട്ട് ഹി എക്സ്പെക്ട് ഔട്ട് ഓഫ് സെഷൻ എന്ന് പറഞ്ഞു. സർ താങ്ക് യു സോ മച്ച്. അതുകൂടി പറയണം നല്ലതായിരുന്നു. ചിലപ്പോൾ അതല്ലെങ്കിൽ എനിക്ക് പറയാലോ അതല്ലാന്ന്. യെസ്, ദീപക് ജി പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ ജി, പറയൂ. എൻ്റെ പേര് ദീപക് എന്നാണ്. തൃശ്ശൂരാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ICMS ക്യാമ്പസ്. കൊമേഴ്സ് സ്കിൽ കോഴ്സുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റിംഗ് മേഖലയും ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് കുന്നംകുളത്തും അതുപോലെ തന്നെ കണ്ണൂരും ചെറിയ രീതിയിൽ ബ്രാഞ്ചുകളുണ്ട്. ഇവിടെ വർക്കിംഗ് ആണ്. അതെ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നതാണ് ഇവരെ. വൺ ഓഫ് ദ മോസ്റ്റ് ക്രെഡിബിൾ SAP അക്കൗണ്ടിങ് മേഖലയിൽ വളരെ ക്രെഡിബിൾ ആയിട്ട് കൊടുക്കുന്ന ഒരു പാർട്ട്ണർ കൂടിയാണ് നമ്മുടെ. പിന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻസ് പറഞ്ഞാൽ നമ്മൾ NSDC എടുത്തിട്ടുണ്ട്. NSDCയിൽ നമ്മളായിട്ട് തന്നെ 2-3 കോഴ്സ് NSDCയിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2 കോഴ്സും കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആഡ് ഓൺ ചെയ്തിട്ടില്ല NSDCയിലേക്ക്. നമ്മൾ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ചെയ്യുള്ളൂ സർട്ടിഫിക്കേഷൻസിന്റെ ഭാഗമായിട്ട്. പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റ് സർട്ടിഫിക്കേഷൻസ് SAP, പിന്നെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, പിന്നെ സ്റ്റഡി അക്കൗണ്ട്സിന്റെ ഉണ്ട് സർട്ടിഫിക്കേഷൻസ്. പിന്നെ നമ്മള് ഇന്റർനാഷണൽ ആയിട്ട് ആകെ കൊടുക്കുന്നത് KHDയുടെ സർട്ടിഫിക്കേഷൻസ് മാത്രമാണ് UAE നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. നന്നായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കിട്ടുന്ന ഹെൽപ്പുകളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ്. ഞാൻ കണക്ട് ചെയ്ത് തരാം. എന്റെ പണി തന്നെ അതല്ലേ, കരിയേഴ്സ് ആൻഡ് കണക്ഷൻ സ്ഥാപനത്തിന്റെ പേര് തന്നെ. സോ നമുക്ക് എന്തായാലും അൾട്ടിമേറ്റ് ഇതൊക്കെ നെറ്റ്വർക്കിംഗ് കണക്ഷൻസ് ആണ്.
നിങ്ങൾക്ക് അതെ അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, നമുക്ക് കണക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ താങ്ക് യു സോ മച്ച്. കൂടുതൽ ആളുകൾ നമുക്ക് ഇതിൽ വന്ന് സ്കില്ലിലേക്ക് വരുമ്പോഴാണ് സ്കിൽ മേഖല കൂടുതൽ ഫ്ലറിഷ്ഡ് ആവുക. അതെ കൂടുതൽ കുട്ടികളിലും കൂടുതലൊക്കെ അഡ്മിഷൻസ് ഒക്കെ വരണമെങ്കിൽ നമ്മളെ മേഖല നമ്മൾ ഒരാൾ മാത്രം പ്ലെയർ ആയിട്ട് ഉണ്ടായിട്ട് കാര്യമില്ല. അതെ ഇപ്പൊ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ CMA ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞങ്ങളൊക്കെ പഠിക്കാൻ, ഞാൻ CMA ക്വാളിഫൈഡ് ആണ്. അപ്പോൾ CMA ഞങ്ങൾ പഠിക്കുമ്പോൾ 25 പേരായിരുന്നു ഞങ്ങൾ ഒരു ബാച്ച് ഉണ്ടായിരുന്നു ആകെ തൃശ്ശൂര്. ഇന്ന് 2000-ലധികം പേരാണ് ഒരു വർഷം തൃശ്ശൂര് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. തൃശ്ശൂർ ഒരു ഹബ്ബാക്കി മാറ്റി. ദീപക് ജി, എന്റെ ബാച്ചിലുണ്ടായ പലരും നിങ്ങളെ പെർമിഷനോട് ഇടപെട്ടോട്ടെ? ഓ എനിക്ക് സമയത്തിന്റെ ലഭ്യത ആയിക്കോട്ടെ കുറവുള്ളത് ആയിക്കോട്ടെ നോ പ്രോബ്ലം നോ പ്രോബ്ലം. ഓക്കെ കണ്ടിന്യൂ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്. നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എനിക്കും പറയാനുള്ളത്. അതുകൊണ്ട് അതിൽ പിന്നെ കൂട്ടിച്ചേർക്കേണ്ട സമയം വരുമ്പോൾ അതിൽ ഡെഫിനറ്റ്ലി കോൾ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദി ഇൻപുട്സ്. യെസ്, നമുക്ക് പെട്ടെന്ന് ചുരുക്കി നിങ്ങളുടെ പേരും നിങ്ങളുടെ സെന്ററും നിങ്ങൾ ഏതാ ചെയ്യുന്നത് പറയുകയാണ് നല്ലതായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം, കാരണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും ഒന്ന് പറയാമോ? ഇനി പറയാൻ മുമ്പോട്ട് വരാൻ താല്പര്യമുള്ളവർ പ്ലീസ് ഒന്ന് പറയാം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്. എന്റെ പേര് നീനു. ഹായ് നീനു. ഞാൻ വീടെക് അക്കാഡമിയിൽ വർക്ക് ചെയ്യുവാണ്. വീടെക് അക്കാഡമി ഏറ്റുമാനൂർ പാലായിലും ഉണ്ട് നമ്മുടെ ബ്രാഞ്ച്. ഓക്കെ, സൂപ്പർ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. എവിടെ പോയി നമ്മുടെ ഡയറക്ടർ? എവിടെ പോയി? ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ. ഓക്കെ, ഗുഡ് ഗുഡ്. നീനു അവിടുത്തെ ഡിസിഷൻ മേക്കർ കൂടിയാണ്. പാലയിൽ നല്ലൊരു സെന്റർ ഉണ്ട്, എനിക്കറിയാം വ്യക്തിപരമായിട്ട്. യെസ്, ഓക്കെ. അടുത്തായിരുന്നു പറയാമോ പെട്ടെന്ന്? ഹായ് സർ, ശരത്ത്. ഹലോ, നമസ്കാരം. ഞാൻ സ്കിൽ ഹബ് എഡ്യൂക്കേഷൻ മഞ്ചേരി. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് AI, റോബോട്ടിക്സ്, പിന്നെ എല്ലാ ഒരു എന്താ പറയുക സ്കില്ലുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഒന്ന് കൈകാര്യം ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അടിപൊളി. ഇപ്പൊ തന്നെ കുറെ ആൾക്കാരുടെ പേര് ഓർത്ത് വെച്ചിട്ടുണ്ടാവും. കണക്ട് ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ കണക്ട് ചെയ്തരാം കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആരും കണക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കണക്ട് ചെയ്തരാം. ഐ എം സോ ഹാപ്പി ടു കണക്ട് ഓൾ ഓഫ് യു. ഗുഡ്, സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ്. ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ പറയാലോ? ഞാൻ ജോജി സാർ കണ്ടായിരുന്നല്ലോ. ഞാൻ വിശേഷിച്ച് ഒന്നും പറയാനില്ല. ഫ്രം റാന്നി ജോജി. ഫ്രം റാന്നി ജോജി സാർ, നമ്മുടെയൊക്കെ പ്രായം ഉണ്ടാവും സാറിന്റെ എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് സർ. ഓക്കെ, യെസ്. ഇനി അധികം സമയം ആർക്കുമില്ല, അവസരം തന്നു. നമുക്ക് ഒരിക്കലും അവസരം കിട്ടുള്ളൂ. പ്ലീസ് യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റീസ്. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കണക്ട് ചെയ്യാന്നുള്ളത് ഇത് ഫ്രീ സെഷനാണ്. കരിയേഴ്സ് ഇൻ കണക്ട്സ് നമ്മുടെ കമ്പനിയുടെ ഒരു പോളിസിയാണ്. നമ്മൾ സെർവ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇടയ്ക്കൊന്ന് മിസ്സായി പോകും, അത് എൻ്റെ ഡിസിപ്ലിൻ കുറവാണ്. എങ്കിലും ഐ എം ഓൾമോസ്റ്റ് ഡിസിപ്ലിൻ. പക്ഷേ ഇടയ്ക്ക് ഡിസിപ്ലിൻ മിസ്സായി പോകുന്നുണ്ട്. എങ്കിലും വി ഓൾമോസ്റ്റ് ഗീവ് ബാക്ക് ടു അവർ കസ്റ്റമേഴ്സ് ആൻഡ് ക്ലയൻസ്. സോ കമ്മിങ് ഡയറക്ട്ലി ടു ദിസ് സെഷൻ, എന്താണ് ഈ സെഷൻ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. ഞാനൊരു സ്ലൈഡ് പ്രസന്റ് ചെയ്യാം. ഈ സെഷൻ റെക്കോർഡഡ് ആണ്. അത് ഞങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയാണ്, നിങ്ങൾക്കത് ഷെയർ ചെയ്യാനല്ല. കാരണം ആദ്യം ഇത് പറയട്ടെ. കാരണം ഈ സെഷനിൽ നിങ്ങൾ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമേ ഒബ്ജക്റ്റീവ് ഉള്ളൂ. വേറെ ഒന്നും ഇതിൽ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. ഇനി എപ്പോഴും നിങ്ങൾക്ക് ഏത് എഫിലിയേഷൻ നിങ്ങൾക്ക് സപ്പോർട്ട് വേണം, ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിൽ ബി മോസ്റ്റ് ഹാപ്പി ടു സപ്പോർട്ട് യു. ഇതാണ് ബേസിക് ഇൻറ്റൻറ്റ്. ഓക്കെ, ഞാൻ എന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. സോ ഐ താങ്ക് മൈ ടീം മെമ്പേഴ്സ് ഹു മെയ്ഡ് ദിസ് പോസിബിൾ. നിങ്ങളോട് എത്താനുള്ള കാരണം എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ എഫേർട്ടാണ്. അപ്പോൾ അവരും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുവാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഓൺ ടൈം. ഓക്കെ, നമുക്ക് സെഷൻ്റെ ഇനി 2:45 ശേഷം ആർക്കും അഡ്മിഷൻ കൊടുക്കേണ്ട, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകേണ്ടതില്ല. ഓക്കെ, സോ ഇതാണ് എൻ്റെ കോട്ടാണ്. ഇത് പറയാനുള്ള അതോറിറ്റി എനിക്ക് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഏകദേശം ഒരു 20ാമത്തെ വർഷമാണ് ഞാൻ ഈ എഡ്യൂക്കേഷൻ ഡൊമെയിനിൽ. 21 വർഷമായി ഏകദേശം. ഒരു മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു US ബേസ്ഡ് കമ്പനിയിൽ. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവരും ജിടെക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ HMT എന്ന് പറഞ്ഞ പോസ്റ്റിലായിരുന്നു. ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പോസ്റ്റിലേക്കാണ് കയറി, HMT. അതിനുശേഷം അവിടുത്തെ HOD, അതിനുശേഷം അവിടുത്തെ വൈസ് പ്രസിഡൻ്റായി, അതിനുശേഷം അവിടുത്തെ ഒരു ഡിവിഷൻ്റെ ഡയറക്ടറായി. ഏകദേശം 14 വർഷം എഡ്യൂക്കേഷൻ ഡൊമെയിനിൽ ഈ പറഞ്ഞ മേഖല, അതായത് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ മേഖല കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞൊരു 10-13 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന റെസ്പോൺസിബിലിറ്റി. അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ എഫിലിയേഷൻസും കാര്യങ്ങളൊക്കെ മറ്റുള്ള സെൻറ്റേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ജിടെക്കിലേക്ക് വന്ന സമയത്ത് ഞാൻ ഫൈൻഡ് ചെയ്തതാണ്, അന്ന് ജിടെക്കും മറ്റൊരു സെൻറ്ററും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. മാർക്കറ്റിംഗ് വിസിബിലിറ്റി മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ സ്ഥലത്തും വിസിബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. മാർക്കറ്റിംഗ് ആര് നന്നായി ചെയ്യുന്നു അവർക്കായിരുന്നു അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം മാർക്കറ്റിങ്ങിന് മുകളിൽ മാത്രം ഡിപ്പെൻഡിങ് ആയിരുന്നു ശരിക്കും നമ്മുടെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സെൻറ്റർ. 2009 ആ കാലഘട്ടത്തിലെ കാര്യം ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തന്നെ പലർക്കും അറിയാൻ മതിയാവും. രണ്ടാമത് വന്നതാണ് ക്രെഡിബിലിറ്റി പാർട്ട്. ഈ ക്രെഡിബിലിറ്റി പാർട്ട് പലപ്പോഴും ഒരു സെൻറ്റർ ഞാൻ ഒരു കുട്ടിയാണ്, എല്ലാവരും കണ്ണടച്ച് നിങ്ങൾ കാണേണ്ട ഒരു സംഭവമാണ്, ഒരു വിഷ്വലാണിത്. നിങ്ങൾ നിങ്ങളുടെ സെൻറ്ററിനെ മുമ്പിൽ വന്ന് നോക്കുക.
നിങ്ങളെ സെന്ററും കാണുന്നത് തൊട്ടടുത്തൊരു ഇന്റർനാഷണൽ സെന്റർ പോലെ എന്തൊരു കാണുന്നുണ്ട്, വലിയ നെയിം ബോർഡ്, അതിനകത്ത് കുറേ എഫിലിയേഷൻസ്. ആ സെന്റർ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നണോ ഇതെന്തോ സംതിങ് സ്പെഷ്യലാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ആസ് എ സ്റ്റുഡൻറ് നിങ്ങൾ ഏത് സെന്ററിലാണ് പോകാൻ ആഗ്രഹിക്കുക, പഠിക്കാൻ ആഗ്രഹിക്കുക? ഇതൊരു വലിയ ആസ്പെക്ട് ആണ്. സോ വിസിബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി ഗിവ്സ് യു പ്രഡിക്റ്റബിലിറ്റി. നമ്മളെ ഏറ്റവും വലിയ ചാലഞ്ച് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളത്, ഈ മാസം എനിക്ക് ഇത്ര കളക്ഷൻ കിട്ടി, അടുത്ത മാസം എത്ര കളക്ഷൻ കിട്ടുന്നുള്ളത് ഒരാൾക്ക് മാത്രമേ ഉള്ളത്, പടച്ചവനാണ്. വേറെ ഒരാൾക്കും ഡയറക്ടേഴ്സ് ബീങ് എ ഡയറക്ടർ മെജോറിറ്റി ഓഫ് ദ സെന്റേഴ്സ് ഡസൻ നോ ഹൗ മച്ച് അഡ്മിഷൻസ് ദേ വിൽ ഗെറ്റ്. ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വിസിബിലിറ്റി, ക്രെഡിബിലിറ്റി ആൻഡ് ക്വാളിറ്റി. ഇത് ഞാൻ വളരെ ക്രൂഷ്യലായി പറയാൻ ഉദ്ദേശിക്കുന്നു. വിസിബിലിറ്റിയും ക്രെഡിബിലിറ്റിൻ്റെ ഒപ്പം തന്നെ ക്വാളിറ്റിയും ഒരു വലിയ ഫാക്ടറാണ്. പക്ഷേ ക്വാളിറ്റി മാത്രമല്ല ഫാക്ടർ. ഞാൻ കണ്ടിട്ടുണ്ട് വളരെ നന്നായി ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സെൻറ്റർ. ഞാൻ ഫസ്റ്റ് കൺസൾട്ടിങ്ങിൽ ഇറങ്ങിയ സമയത്ത്, ജിടെക്കിൽ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് സെൻറ്റേഴ്സിന് കൺസൾട്ടിങ്ങിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ചെയ്യാറില്ല, കാരണം ഒരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ് ആയതുകൊണ്ട് ചെയ്യാറില്ല. ഇപ്പോൾ 1-2 ബ്രാൻഡിന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ വന്ന സമയത്ത് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ, പക്ഷേ അഡ്മിഷൻ വരണേ ഇല്ല. അപ്പോൾ 2 കാര്യങ്ങളാണ്, ഒന്ന് വിസിബിലിറ്റി, 2 ക്രെഡിബിലിറ്റി. ഒന്നുകിൽ നിങ്ങൾ വിസിബിലിറ്റിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ക്രെഡിബിലിറ്റിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇന്നോവേഷൻ ക്രെഡിബിലിറ്റിൻ്റെ പാർട്ട് തന്നെയാണ്. ഈ 3 കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ക്വാളിറ്റി മാത്രം ചെയ്തതുകൊണ്ടോ, ക്വാളിറ്റി ഇല്ലാതെ വിസിബിലിറ്റിയും ക്രെഡിബിലിറ്റി മാത്രം ചെയ്തതുകൊണ്ടോ ഒരിക്കലും ബാലൻസിൽ പോലെ, ഇതൊരു ബാലൻസിൽ പോകാതെ ഒരിക്കലും നമുക്ക് അഡ്മിഷൻ എത്താൻ സാധിക്കില്ല. ഓക്കെ, ഇതൊക്കെ പറയാം. ഞാൻ ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ എൻ്റെ പേര് ദീപക് എന്നാണ്, ഡോക്ടർ ദീപക് വാടിയർ. ഞാൻ ഫ്രാഞ്ചൈസിങ്ങിൽ, എഡ്യൂക്കേഷൻ ബിസിനസ്സിലും ഫ്രാഞ്ചൈസിങ്ങിലാണ് എൻ്റെ PhD എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു 3 കമ്പനീസ് റൺ ചെയ്യുന്നു. കരിയേഴ്സ് ആൻഡ് കണക്ട്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്, ഡൈസ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി, സ്റ്റഡി അക്കൗണ്ട്സ് എന്ന കമ്പനി. കുറച്ചധികം ഫ്രാഞ്ചൈസികളും എടുത്തിട്ടുണ്ട്, ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്നുമുണ്ട്. ജിടെക്കിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു 14 വർഷം, 2009 മുതൽ 2022 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ അവിടുത്തെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതിന് മുൻപ് ഒരു US ബേസ്ഡ് കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അതിന് മുമ്പ് ഞാനൊരു റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലെ അധ്യാപകനായിരുന്നു. ഇങ്ങനെയാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇത് ഞാൻ എഴുതിയ ബുക്കാണ് ഫ്രാഞ്ചൈസ് കൺസൾട്ട്. സ്ക്രീന് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണേ. കാണുന്നുണ്ടോ എല്ലാവർക്കും? യെസ്, കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് ആരെങ്കിലും കാണാം. സംസാരിക്കാം? കാണാം. ബാക്കിയുള്ളവർ ക്യാമറ ഓൺ ചെയ്ത് വെക്കാത്തവരോട് ഞാൻ ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ റിക്വസ്റ്റ് ചെയ്യുന്നു, കാണാം, പ്ലീസ് കാണാം. കീപ് യുവർ ക്യാമറാസ് ഓൺ. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. നിങ്ങളൊരു മണിക്കൂറോടെ സ്പെൻഡ് ചെയ്യാൻ വന്നതല്ലേ. നമ്മൾ ഷാർപ്പ് 3:30 ഇത് എൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പലപ്പോഴും ടീച്ചേഴ്സിനോട് പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ക്ലാസ്സിൽ, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്നില്ല. ഐ തിങ്ക് യു ആർ ഓൾ ലീഡേഴ്സ്. നമ്മൾ ലീഡേഴ്സ് ആകുമ്പോൾ നമ്മളാണ് മാതൃകയാവേണ്ടത്. സോ പ്ലീസ് കീപ് യുവർ ക്യാമറാസ് ഓൺ സോ ദാറ്റ് യു ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ദി സെഷൻ. എനിക്കൊന്നും കിട്ടാനില്ല, എനിക്ക് ഒബ്വിയസ്ലി കിട്ടും. ഞാൻ ചെയ്താൽ എനിക്ക് നല്ലത് ചെയ്താൽ എനിക്ക് എന്തായാലും കിട്ടും. പക്ഷേ മൈ പോയിന്റ് ഇസ് ബേസിക്കലി നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോക്കസ് ആണ് ഇമ്പോർട്ടൻറ്റ്. വേർ ഫോക്കസ് ഫ്ലോസ് എനർജി ഫ്ലോസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഇതിനെ കൊണ്ട് വരണമെങ്കിൽ നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പെന്നും ബുക്കും നിങ്ങൾക്ക് വേണ്ട പോയിന്റ് എങ്കിലും നോട്ട് ചെയ്താൽ പറ്റിയിട്ടില്ല എങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ശരത് സർ പറഞ്ഞു AI ഉണ്ടായിരുന്നു, അല്ല AI റോബോട്ടിക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് എഴുതി വെക്കണം, ശരത് AI റോബോട്ടിക്സ്. എന്നിട്ട് നിങ്ങൾ ഇതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ശരത് സർ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സെഷനോട് ഗുണം വരുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? ആരും ഞാൻ ഒഫൻഡ് ചെയ്തിട്ടില്ലല്ലോ? പ്ലീസ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു പെർമിഷൻ എനിക്ക് തരണം എല്ലാവരും. ഓക്കെ, ഐ വോണ്ട് യു ടു ടേക്ക് മീ ആസ് എ കോച്ച് റോൾ. ഈ സെഷൻ കഴിയുന്നവരെ നിങ്ങളൊരു കോച്ചായിട്ട് കാണുന്ന റിക്വസ്റ്റ്. അതിന് ശേഷം ഐ വിൽ ബി എ ഗുഡ് ഫ്രണ്ട്. പക്ഷേ ഈ സെഷൻ എടുക്കുന്ന സമയത്ത് ഐ റിക്വസ്റ്റ് യു ടു ടേക്ക് മീ ആസ് എ കോച്ച്. പിന്നെ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഞാനിത് പറയാനുള്ള ബേസിക് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഒരുവിധം ഇന്ന് കാണിക്കാൻ പോകുന്ന മെജോറിറ്റി സർട്ടിഫിക്കേഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 34ഓളം സർട്ടിഫിക്കറ്റ്. ഇത് ഞാൻ ഒരു 3 വർഷം മുമ്പത്തെ സ്ലൈഡാണ്. ഇതിന് ശേഷം ഞാനിപ്പോൾ ഏകദേശം ഒരു 10ഓളം സർട്ടിഫിക്കറ്റ് എടുത്തു. ഇപ്പോൾ ഏകദേശം 34-35 സർട്ടിഫിക്കേഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴും ഒരു 3 സർട്ടിഫിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് ബേസിക്കലി മൈ എനർജി. അതാണ് എൻ്റെ ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധനം എന്ന് പറയുന്നത്. അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എടുത്തത് ഞാൻ ജിടെക്കിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. കാരണം എനിക്കറിയായിരുന്നു പഠിച്ചില്ലെങ്കിൽ ഞാനൊരു എപ്പോഴും പുറത്തായി പോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ഐ ഓൾവേസ് വാണ്ട് ടു ബി ദ ബെസ്റ്റ് പേഴ്സൺ. അതിനുവേണ്ടി ഞാൻ എന്നും ശ്രമിച്ചുകൊണ്ടിരുന്നിരുന്നു. ആ സെയിം ഡ്രൈവ് ഉള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. യു വാണ്ട് ടു ബി സംതിങ് സ്പെഷ്യൽ. സോ വെൽക്കം അഗെയിൻ. ഇത് കുറച്ച് അച്ചീവ്മെൻറ്റ്സ് ആണ്. മെജോറിറ്റിയും ഇത് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരുപാട് സെമിനാറുകൾ എടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ മേഖലകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എൻറോൾഡ് ഏജൻറ്റ് CMA CPA ഭാഗത്ത് ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ക്രെഡിബിൾ പാർട്ണർ. അവരുടെ കേരള റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാനായിരുന്നു ഉണ്ടായിരുന്നത് ഡൽഹിയിൽ ഫോർ റെപ്രസെൻറ്റിംഗ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എൻറോൾഡ് ഏജൻറ്റ് CMA CPA പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്, നമുക്ക് ഇവരൊക്കെയായിട്ട് അസോസിയേഷൻസ് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. നൗ കമ്മിങ് ഡയറക്ട്ലി ടു ദിസ്. ഈ സെഷൻ എടുക്കാനുള്ള ബേസിക് നിങ്ങൾ വരാനുള്ള 2 റീസൺസ് ഉണ്ടാവും. ഒന്ന്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, നിങ്ങളുടെ ഔട്ട്ലുക്ക് കുറച്ചുകൂടി മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഒരു 50% ആൾക്കാർ. അടുത്ത 50% ആൾക്കാരും, അല്ല 100% ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ടാവുക എനിക്ക് അഡ്മിഷൻസ് കൂട്ടണം, എനിക്ക് വരുമാനം കൂട്ടണം എന്നുള്ളത് തന്നെയായിരിക്കും. ഇത് രണ്ടും മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. കാരണം ഇത് രണ്ടും തന്നെയാണ് നമ്മളെ കോണ്ടെക്സ്റ്റ്.
കാരണം വരുമാനവും അഡ്മിഷൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ക്രെഡിബിലിറ്റി മാത്രം കൂട്ടിയതുകൊണ്ട് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഈ വരുമാനം കൂട്ടാൻ ഈ അഫിലിയേഷൻസ് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ചോദിച്ചൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. നിങ്ങളുടെ സെൻറ്ററിൻ്റെ മുമ്പിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സെൻറ്റർ ഉണ്ട്, നിങ്ങൾ സെൻറ്റർ ഉണ്ട്. ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിൽ, ഒരു കുട്ടിയുടെ കണ്ണിൽ അവരെങ്ങനെയാണ് നിങ്ങളെ സെലക്ട് ചെയ്യുക ആസ് യുവർ എഡ്യൂക്കേഷൻ പാർട്ട്ണർ? നമ്മൾ പലപ്പോഴും ഇത് ചിന്തിക്കാറില്ല. സ്റ്റുഡൻസ് പെർസ്പെക്റ്റീവ്, ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ നല്ലത് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ നല്ല പ്രൈസിനാണല്ലോ കൊടുക്കുന്നത്, പിന്നെ എന്താ അഡ്മിഷൻ വരാത്തതെന്ന് ചോദിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം ഒരു സ്റ്റുഡൻറ് പെർസ്പെക്റ്റീവിൽ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ കാണാനുള്ള കഴിവ് വേണം. കസ്റ്റമറിൻ്റെ പെയിൻ പോയിന്റ് മനസ്സിലാക്കാനുള്ള ഒരു കുട്ടി വന്നിരിക്കുന്ന സമയത്ത് ദേ ആർ കൺഫ്യൂസ്ഡ്. അവരെ കൺഫ്യൂഷൻ ഇതാണ്. ഒരുപാട് സെൻറ്റർ എല്ലാവരും പറയുന്നത് നമ്പർ 1 ആണ്. നിങ്ങൾ ആരെങ്കിലും പറയും ഞങ്ങളുടെ ക്വാളിറ്റി മോശമാണെന്ന് പറയോ? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ പറയും എൻ്റെ ക്വാളിറ്റി മോശമാണെന്ന്? ഒരു കുട്ടിനോട് പറയോ? ഏതെങ്കിലും ഒരാൾ പറയും എൻ്റെ ക്വാളിറ്റി മോശമാണ്, ഞാൻ അത്ര പോരാട്ടോ? വിച്ച് മീൻസ് ദ ഫസ്റ്റ് കൺഫ്യൂഷൻ പോയിന്റ് ഇസ് ക്വാളിറ്റി. നിങ്ങൾ ക്വാളിറ്റി പ്ലെയർ ആണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഈവൻ ഐ ഡോണ്ട് ബിലീവ്. എൻ്റെ പാർട്ട്നേഴ്സ് പലരും പറയാറുണ്ട് ഞാൻ ഭയങ്കര ക്വാളിറ്റി കൊടുക്കണം. ഐ ഡോണ്ട് ബിലീവ്. കാരണം എനിക്കത് വിശ്വസിക്കണം. ഐ നീഡ് ടു സീ നമ്പേഴ്സ്. ഞാൻ നമ്പേഴ്സ് കാണാണ്ട് ഒന്നും വിശ്വസിക്കാറില്ല. ദാറ്റ് ഹസ് ബീൻ മൈ പ്രാക്ടീസ്. സോ കുട്ടികൾ എങ്ങനെയാണ് വിശ്വസിക്കാൻ? എല്ലാവരും പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നാണ്. രണ്ട് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ്. സോ ഹൗ ഡു യു പുട്ട് എ പ്രൈസ് ടു ഇറ്റ്? ഈ രണ്ട് കാര്യങ്ങളും പലപ്പോഴും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പല ആൾക്കാരും ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് പറയുന്നതിന് കൂടെ തന്നെ ഞങ്ങളെ പ്രൈസ് കുറവാന്ന് പറയും. പക്ഷേ ക്വാളിറ്റി കുറവാണെങ്കിൽ ക്വാളിറ്റി കൂടുതലാണെങ്കിൽ പ്രൈസ് കുറവാണെന്ന് പറയുകയാണെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ വിസിബിലിറ്റി പ്രോബ്ലമാണ്. നിങ്ങൾ പ്രോപ്പർലി മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ. അപ്പോൾ ഒരു കുട്ടീൻ്റെ കേസിൽ ഫുള്ള് കൺഫ്യൂഷനാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് തിരിച്ചറിയാനുള്ള മാർഗ്ഗം എന്താണ്? ഒന്ന്, നിങ്ങളുടെ സെൻറ്റർ, നിങ്ങളെ ഫ്രണ്ട്സ് ആയിരിക്കുക, നിങ്ങളെ എഫിലിയേറ്റ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണ് അവർ ആദ്യം നോക്കുക. നിങ്ങളെ എഫിലിയേഷൻ ബോർഡാണ്. ഓ, അവിടെ മൈക്രോസോഫ്റ്റ് കാണുന്നു, അവിടെ കോറൽ കാണുന്നു, മറ്റേത് കാണുന്നു, മറിച്ചത് കാണുന്നു. ISO സർട്ടിഫിക്കേഷൻ കാണുന്നു, അല്ലെങ്കിൽ വേറൊരു സർട്ടിഫിക്കേഷൻ കാണുന്നു. കുറേ സർട്ടിഫിക്കേഷൻ കാണുമ്പോൾ അവരെ മനസ്സിൽ ഫസ്റ്റ് ഒരു ക്രെഡിബിലിറ്റി ഇംപ്രിന്റ് വരും. അങ്ങനെ ഒരു ബോർഡ് കണ്ട് നിങ്ങളെ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സെൻറ്ററിലാണ് അഡ്മിഷൻ എടുക്കുക, അവരുടെ സെൻറ്ററിലാണ് അവരെ കുട്ടികളെ അഡ്മിഷൻ എടുക്കുക? ചിന്തിച്ച് നോക്കണേ. തിങ്ക് ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ആത്മവിമർശനം ചെയ്യാനുള്ളതും അല്ലെങ്കിൽ ആത്മപ്രശംസ ചെയ്യാനുമുള്ള ഒരു സമയമാണ്. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തോളിൽ തട്ടെ. വേറെ കാരണം ബീങ് എൻ ഓണ്ടർപ്രണർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ വളരെ തോളിൽ വളരെ സ്നേഹത്തോടെ തട്ടുന്ന ഗുഡ് വർക്ക്. അങ്ങനെയാണ് എങ്കിൽ. അതല്ല എങ്കിൽ ദിസ് ഇസ് യുവർ ടൈം ടു ഇംപ്രൂവ് ആൻഡ് എൻഹാൻസ്. ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞത്? ആർ യു വിത്ത് മീ എവ്രി വൺ? എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ക്യാൻ യു ഗിവ് മീ തംസ് അപ്പ് പ്ലീസ്? സൂപ്പർ, ഓസം. തംസ് അപ്പ്, ഇതിന് റിയാക്ഷൻ ബട്ടണിൽ ജസ്റ്റ് തംസ് അപ്പ് അടിച്ചാൽ ഐ ക്യാൻ സീ യുവർ തംസ് അപ്സ്. യാ, ഗുഡ്. അടിപൊളി, സൂപ്പർ. സോ ഫസ്റ്റ് ഇസ് ബേസിക്കലി ഇവിടെയാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ കസ്റ്റമറിന് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഈസി ആക്കി കൊടുക്കാനാണ് ഈ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യുന്നത്. മറ്റൊന്നിനുമല്ല. നമ്മുടെ വരുമാനം ഓട്ടോമാറ്റിക് കൂടിക്കോളും. ഒരു 10 ഓപ്ഷൻ ആരും മുമ്പിലുണ്ടെങ്കിൽ ബാക്കിയുള്ള 8 ഓപ്ഷനും കട്ട് ചെയ്തിട്ട് 2 ആൾക്കാരെ മാത്രം കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 ടോപ്പ് പ്ലെയേഴ്സ് എപ്പോഴും ടോപ്പ് പ്ലെയേഴ്സ് ആയിരിക്കും. അതിലൊന്നിൽ എഫിലിയേഷൻസ് ആണ്, രണ്ടാമത് ആംബിയൻസ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പാർട്ട്ണറെ സംസാരിക്കേണ്ട, ഞാൻ പേരൊന്നും പറയുന്നില്ല. അവർ കോഴിക്കോട് ഒരു പുതിയ സെൻറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 68 ലക്ഷം രൂപയാണ് അവർ സ്പെൻഡ് ചെയ്തത് സെൻറ്ററിൻ്റെ അകത്തേക്ക്. മൊബൈലിൻ്റെ സർവീസാണ് അവർ പ്രൈമറി സോഴ്സ്. ഇപ്പം ഡൈവേഴ്സിഫൈ ചെയ്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കുട്ടികൾ നോക്കുന്നത് അവിടുത്തെ ആംബിയൻസ് ആണ്. ഈവൻ ടീച്ചേഴ്സ് പോലും അവർ സെക്കൻഡറി. കാരണം കുട്ടികൾ വാട്ട് ഷോസ് ജോ ദിക്ത ഹേ വോ ബിക്ത എന്ന് ഹിന്ദിയിൽ പറയാറുണ്ട്. ഞാൻ ഫസ്റ്റ് 2011 ഡൽഹിയിൽ പോയ സമയത്ത് അവിടുത്തെ സെൻറ്റർ പറഞ്ഞിട്ട് ആദ്യം കേട്ടതാണ് ജോ ദിക്ത ഹേ വോ ബിക്ത ഹേ. എന്താണോ കാണുന്നത്, കുട്ടികളെ കണ്ണിലാണ് അവർ ക്രെഡിബിലിറ്റി കാണുന്നത്. അത് നിങ്ങളുടെ ടീച്ചർ ആവാം, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആംബിയൻസ് ആവാം. ഞാനിപ്പം സിസൈലത്തിൽ ഞാൻ ഒരു കൊളാബറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാർട്ട്ണറിന്. അവരുടെ സെൻറ്റർ ഒക്കെ നോക്കുവാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക അവർ ഇൻറ്റീരിയേഴ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ ടെക്നോളജി, എവിടെ നോക്കിയാലും ടെക്നോളജി കാണാം. വലിയ സ്ക്രീന്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഐപാഡ്, അല്ലെങ്കിൽ സാധാരണ നല്ല ലാപ്ടോപ്സ്. സംസാരിക്കുന്നത് ഈ കൗൺസിലിംഗ് കംപ്ലീറ്റ്ലി ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് പാനൽസിലോ ആണ്. അപ്പോൾ ഇതിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൃത്യമായിട്ടും ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വിൽ ബി ഔട്ട് ഓഫ് ദിസ് മാർക്കറ്റ്. എത്ര ക്വാളിറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ദിസ് ഇസ് വെർ ഒരു ക്രെഡിബിലിറ്റി പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എഫിലിയേഷൻസ് തന്നെയാണ്. ഓക്കെ, രണ്ടാമത് അവർക്ക് എത്രത്തോളം നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ കൊടുക്കാമോ അത്രത്തോളം നിങ്ങൾ കൂടുതൽ വാല്യൂ അവരോട് കളക്ട് ചെയ്യാം. പീപ്പിൾ പേ ഫോർ വാല്യൂ. എന്താ വാല്യൂ? ഒരു കുട്ടി ജോലി അന്വേഷിക്കുന്ന കുട്ടിക്ക് ജോലി കിട്ടാനുള്ള പോസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ അവർ കിട്ടുന്ന സർട്ടിഫിക്കേഷൻ്റെ വാലിഡിറ്റിയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ ഒരു കോഴ്സ് പഠിക്കുന്നു, 14 സർട്ടിഫിക്കറ്റ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡൻറ് പെർസ്പെക്റ്റീവ് അതൊരു വലിയൊരു കാഴ്ചയാണ്. അപ്പോൾ ഒരു സെൻറ്റർ പെർസ്പെക്റ്റീവ് ഞാൻ പറയുന്നുണ്ട് അവിടെ ചവറ് പോലെ 14 സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞങ്ങൾ അതൊന്നും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, മാർക്കറ്റ് അത് വിശ്വസിക്കുന്നത് നിങ്ങളത് ചെയ്യണം. ഓക്കെ,
ഞാനിത് പറഞ്ഞത് കുറച്ച് പരുഷമായി എന്ന് എനിക്കറിയാം. നമ്മുടെ വിശ്വാസമല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ കസ്റ്റമറിന്റെ വിശ്വാസമാണ് ഇമ്പോർട്ടൻറ്റ്. ഇഫ് ദേ ഫീൽ ദാറ്റ് ഇസ് റൈറ്റ്, യു ഹാവ് ടു അഡാപ്റ്റ്. കസ്റ്റമർ ഇസ് ദ കിങ് ഇൻ ദ മാർക്കറ്റ്. ക്ലിയർ ആണോ എവ്രി വൺ? ഡു യു ആർ യു വിത്ത് മീ എവ്രി വൺ? എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനോട് എതിരഭിപ്രായം ഉണ്ടാവും. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ യു ക്യാൻ കീപ്പ് ഇറ്റ് വിത്ത് യു, എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, സ്റ്റുഡൻസിന് എന്താണോ വേണ്ടത് അത് കൊടുക്കുക എന്നുള്ളതാണ് ആസ് എൻ ഓണ്ടർപ്രണർ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. കസ്റ്റമറിന് എന്താണോ വേണ്ടത് അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോഴ്സിനൂടെ 14 സർട്ടിഫിക്കറ്റ് കൊടുക്കണം, നിങ്ങൾ 15 സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോഴാണ് അവർ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ ഫീൽ ചെയ്യുക. ഇതെല്ലാം 2009 മുതൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത പോളിസീസാണ്, സ്ട്രാറ്റജീസാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ ഇതിനകത്ത് ഇരിക്കും. ഞാൻ പേര് വിളിച്ച് ചോദിക്കേണ്ടതാണ്, പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് വ്യക്തമാണോ? ഇത് ഞാൻ ചെയ്തതാണ്. ഞാൻ അവിടുത്തെ VP ആയിട്ടുള്ള ഒറ്റ കാരണം ഞാൻ ഇതേപോലത്തെ സ്ട്രാറ്റജിക്കൽ മൂവ് ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഞാൻ ചെയ്തത് ആദ്യം ഫീസ് കൂട്ടലാണ്, ഫീസ് കുറയ്ക്കലല്ല. ഞങ്ങൾ ഒരിക്കലും ഫീസ് കുറയ്ക്കാൻ ഞാൻ കൂടെ ഉണ്ടായിരുന്നില്ല, അന്നും ഉണ്ടായിരുന്നില്ല, ഇന്നും ഇല്ല. ഫീസ് കൂട്ടുകയാണ് ചെയ്യേണ്ടത്, കൂടുതൽ വാല്യൂ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവരുടെ മൈൻഡിലെ ഒബ്ജക്റ്റീവ്, എൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ കാര്യം എത്തിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഫീസ് കുറച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ക്വാളിറ്റി കൊടുക്കാൻ കഴിയില്ല. കാരണം പലപ്പോഴും പല ഡയറക്ടേഴ്സും നിങ്ങളുടെ റവന്യൂ പോലും പലർക്കും ROI പോലും എത്തുന്നില്ല. നിങ്ങൾ എക്സ്പെൻസ് ഓപ്പറേഷണൽ ബ്രേക്ക് ഇവൻ പോലും പല ആൾക്കാർക്ക് എത്താറില്ല. കാരണം ഇതാണ്, നിങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ശമ്പളം പോലും നിങ്ങൾ എടുക്കുന്നില്ല. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആസ്പെക്റ്റുകൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ബേസിക്സ്. ഓക്കെ, ഞാനത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇല്ല ഇല്ലെന്ന് പറയാം. ബട്ട് കീപ്പ് ഇറ്റ് യുവർ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, നല്ലതായിരിക്കും. ഞാനത് സ്പെസിഫിക്കലി നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത പ്രസൻറ്റേഷൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ ടോപ്പിക്കിൽ ചെയ്യുന്നത്. കാരണം അതൊരു വളരെ ക്രിട്ടിക്കൽ ടോപ്പിക്കാണെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ പ്രസന്റ് ചെയ്യുവാണ്. ഫസ്റ്റ് ഇസ് ബേസിക്കലി ISO സർട്ടിഫിക്കേഷൻ. ഇവിടെ ISO സർട്ടിഫിക്കേഷൻ ഉള്ള ആൾക്കാരൊന്ന് കൈ പൊക്കാമോ പ്ലീസ്? ജസ്റ്റ് അവിടെ റേസ് ഹാൻഡ്സ് കൊടുത്താൽ മതി. ഗുഡ് ഗുഡ്. നിങ്ങൾ റിയാക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കൊടുത്താൽ കാണാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സൂപ്പർ. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് ഈ സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾ അതെടുക്കണം. ഇന്ന് ഈ സെഷൻ കഴിഞ്ഞാൽ ഒരു 2000 രൂപ മുതൽ ഒരു 35,000 to 60,000 റുപ്പീസ് വരെ ഇതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയതല്ല. 2000 രൂപ മുതൽ ഒരു 60,000 രൂപ വരെയുള്ള ISO സർട്ടിഫിക്കേഷൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഞാൻ ഇതിലേക്കൊന്നും അധികം ഡീപ്പിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ കണക്ട് ചെയ്ത് തരാം. ഇതൊന്നും കമ്മീഷന് വേണ്ടി പറയണതല്ല, ISO ഒന്നും ഒരു കമ്മീഷനും ഇല്ല. ഞാൻ കണക്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ട്, എനിക്കും കണക്ട് ചെയ്ത് തരാം. ഇന്ന ആൾ നല്ലതാണെന്ന് പറഞ്ഞ റെഫറൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് അക്രോസ് ടു മീ. കാരണം എൻ്റെ റെസ്പോൺസിബിലിറ്റി ഇങ്ങനത്തെ ആൾക്കാരെ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്ഥാപനത്തിലേക്ക്. ഇപ്പോൾ ഡൽഹി ബേസ്ഡ് ഓർഗനൈസേഷനിൽ ഓഡിറ്റ് ഒന്നും ചെയ്യാത്ത സ്ഥാപനങ്ങളുടെ ഒരു 2000 രൂപ 2500 രൂപ ചിലപ്പോൾ അതിലും കുറഞ്ഞ റേറ്റിനൊക്കെ ISO സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. വി ആർ എ കരിയേഴ്സ് ആൻഡ് കണക്ട്സ്, നമ്മളെ കമ്പനി ISO സർട്ടിഫൈഡ് കമ്പനി, ISO 9001 2015 സർട്ടിഫൈഡ് കമ്പനിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മെജോറിറ്റി ആൾക്കാർ അതിൽ ഒന്നും ചെയ്യാതെ പൈസ മാത്രം കൊടുത്തു വാങ്ങിയ ആൾക്കാരും ഉണ്ടാവും, അല്ലാതെ ഉണ്ടാവും. പക്ഷേ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. ബട്ട് ബീങ് ഇൻ ദിസ് സെഷൻ യു ഷുഡ് ഡു ദിസ് ഫസ്റ്റ്. ISO സർട്ടിഫിക്കേഷൻ എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏത് ISO സർട്ടിഫിക്കേഷൻ വേണം? നമ്മളെല്ലാവരും മെജോറിറ്റി എടുത്തുള്ള സർട്ടിഫിക്കേഷൻ ഏതാണ്? ISO 9001 2015. വെരി ഗുഡ്. 2015 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തിനാണ് ആ സർട്ടിഫിക്കേഷൻ? ISO 9001 2015 എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഓ, അങ്ങനെ ഉണ്ടോ? അപ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ നമുക്ക് മനസ്സിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ്. എനിക്കിത് അറിയേണ്ടതില്ല. ഞാനത് ആക്ച്വലി GTech ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ചിലേക്ക് ഇറങ്ങി. കാരണം പല പാർട്ട്നേഴ്സ് എന്നോട് ചോദിക്കാൻ തുടങ്ങി ISO വേണം, ISO 21,000 വേണം എന്നൊക്കെ പറയാൻ തുടങ്ങി. 21,000 എന്ന് പറഞ്ഞാൽ ഈ 9,000 കുറേ ഇരട്ടിയാണെന്ന് ചിന്തിച്ച്. ഇറ്റ് വാസ് നോട്ട് ദാറ്റ്. ഐ മീൻ ISO ഓഡിറ്റർ. അതിന് ശേഷം ഞാൻ ISO ഓഡിറ്റർ സർട്ടിഫിക്കേഷൻ എടുത്തു, ഇന്റേണൽ ഓഡിറ്റർ സർട്ടിഫിക്കേഷൻ എടുത്തു. ISO സർട്ടിഫിക്കേഷൻ്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് 21,001 ആണ്, 21,001 എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സെക്ടറിന് സ്പെസിഫിക് ആയിട്ടുള്ള ISO സർട്ടിഫിക്കേഷൻ. ഈ സർട്ടിഫിക്കേഷൻ വെറുതെ ആരും പ്രിന്റ് ചെയ്ത് തരില്ല. ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി മെഷേഴ്സും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് സ്റ്റെപ്സും നോക്കിയതിന് ശേഷം അവർ തരുന്നൊരു സർട്ടിഫിക്കേഷൻ ISO 21,001. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 6ഓളം സ്ഥാപനങ്ങൾ, വലിയ ബ്രാൻഡുകൾ, ഒരു 6 to 7 ബ്രാൻഡ്സ് ISO 21,001 സർട്ടിഫൈഡ് ആണ്. ഇത് പറയുന്നത് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ISO സർട്ടിഫിക്കേഷൻ 21,001. 9001 2015 എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റമാണ്. QMSന് കിട്ടുന്നത്. നിങ്ങളെ മാനേജ്മെന്റ് ക്വാളിറ്റി ഉള്ളതാണ്, നിങ്ങൾ പറയുന്നതെല്ലാം നിങ്ങൾ ഡെലിവർ ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങളുടെ ഒബ്ജക്റ്റീവും നിങ്ങളുടെ പ്രോസസ്സും അലൈൻഡ് ആണ് എന്ന് എൻഷുർ ചെയ്യുന്നതാണ് 9001 2015. ഇതേപോലെ IT സെക്യൂരിറ്റി ആണെങ്കിൽ വരുന്നതാണ് ISO IEC 27001 എന്ന് പറയുന്നത്. ഇങ്ങനെ ലേണിങ്ങിന് വേണ്ടി ഏകദേശം 6ഓളം സ്റ്റാൻഡേർഡ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഏറ്റവും ചുരുങ്ങി നമ്മൾ എടുക്കേണ്ട ISO 9001 2015 ആണ്.
അത് എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ISO 21001 പണി സ്റ്റാർട്ട് ചെയ്യണം. റെഡിയാണോ? റെഡി? Can you give me a thumbs up? ഓക്കെ, ഇത് എത്ര പേർക്ക് പുതിയ ഇൻഫർമേഷൻ ആണ്? Can I see some thumbs ups? Raise hands. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇതാണ് നിങ്ങൾ എടുക്കേണ്ട രണ്ടാമത്തെ ISO 9001 2015 ഉള്ളവർ ISO 21001 പ്രയാണം സ്റ്റാർട്ട് ചെയ്യണം. ഹെൽപ്പ് വേണമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ, ഐ കൻ സപ്പോർട്ട്. അതല്ല നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കും ഷെയർ ചെയ്ത് തരാം. ഞാൻ ഓൾസോ കണക്ട് ദം വിത്ത് അതർ പാർട്ട്നേഴ്സ്. നമുക്ക് എന്തായാലും വി നീഡ് എ ലോട്ട് ഓഫ് പ്ലേസ്. നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് 1-2 ആൾക്കാരുള്ളത് നല്ലതായിരിക്കും. പിന്നെ വരുന്നത് രണ്ടാമത്തത് ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷൻസ് ആണ്. പലപ്പോഴും പല സെൻറ്റേഴ്സും സെക്കൻഡ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണിത്. പക്ഷെ ഞാൻ ബീങ് എൻ എഡ്യൂക്കേറ്റർ, ഞാൻ ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുക ഇതിനാണ്. എന്താണ് ഇൻഡസ്ട്രീസ് കണക്റ്റഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷൻ എന്നുള്ളതിലേക്ക് വരാം. CII NASSCOM. നമ്മളെ കുട്ടികൾ മെജോറിറ്റി ആൾക്കാരും പഠിക്കാൻ വരുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കാൻ വരുന്നവർ കുറവാണ്. അപ്പോൾ ഒരു സീനിയോറിറ്റി ഭാഷയെ പറയുകയാണെങ്കിൽ ജെൻസി ആണെങ്കിലും ഓക്കെയാണ്. കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആൾക്കാരാണ്, അവർക്ക് അറിയാം, വൈബ് മനസ്സിലാവും. പക്ഷേ കുറച്ചൊരു നമ്മൾ 2000 മുൻപ് ജനിച്ചവരാണ്, എസ്പെഷ്യലി 90s മുൻപ് ജനിച്ചവരാണെങ്കിൽ നമുക്ക് ഈ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡൊക്കെ കുറച്ച് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ദാറ്റ് ഇസ് ഓക്കെ. നമ്മൾ മാറാന്നുള്ളതിന് വേറെ ഓപ്ഷൻ. എന്താ പറയുക, കുട്ടികൾ വളരാൻ നമ്മൾ ചെറുതാവുക എന്നുള്ളത്, രണ്ടും ഒരേപോലെ നടന്നില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ്, ഇതിനകത്ത് പഠിക്കാൻ വരുന്ന കുട്ടികൾ വരുന്നത് ബേസിക്കലി ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജോലി കിട്ടണമെങ്കിൽ എന്തറിയണം? ജോലിക്കാർക്ക് എന്ത് സ്കില്ലാണ് വേണ്ടതെന്ന് അറിയേണ്ടതുണ്ട്. വി കോൾ ദിസ് വാട്ട് ഗ്യാപ്പ് അനാലിസിസ്. അവിടെ ഒരു ജോലിക്ക് ആൾക്കാരെ കിട്ടുന്നില്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള കോഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അല്ലാതെ ഞാൻ പഠിപ്പിച്ച കോഴ്സിന് വേണ്ടിയുള്ള എംപ്ലോയേഴ്സിനെ തപ്പി നടക്കുന്നതല്ല ആക്ച്വൽ എഡ്യൂക്കേഷൻ. അല്ല, നമ്മളെ കൊണ്ട് പ്രതീക്ഷിക്കുന്നത് അതല്ല. കാരണം സ്കൂളിൽ പഠിച്ച് ട്യൂഷന് പോയി, അത് കഴിഞ്ഞ് അവിടെ പാസ്സായി, അത് കഴിഞ്ഞ് ഡിഗ്രി പോയി, അതിന് ട്യൂഷന് പോയി, അവിടെ പാസ്സായി. ഇനി നമ്മളടുത്ത് വന്ന് വേറെ ട്യൂഷന് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാവരുത്. നമ്മളാണ് ട്യൂഷൻ സെൻറ്റർ. അവരെ ഫൈനലി ജോബിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ആർ യു വിത്ത് മീ? നമ്മൾ പഠിച്ചതിന് ശേഷം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കാൻ സിറ്റുവേഷൻ ഉണ്ടാവരുത്. നമ്മൾ ഫിനിഷിംഗ് സ്കൂളാണ്. അപ്പോൾ ഫിനിഷിംഗ് സ്കൂൾ നമ്മളാണ് എന്നുണ്ടെങ്കിൽ എന്ത് പഠിച്ചാലാണ് അവർക്ക് കരിയറിലേക്കുള്ള ഫിനിഷിംഗ് ലൈനിൽ എത്താൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ 2 പ്ലാറ്റ്ഫോംസാണ് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അവർക്കൊക്കെ അക്കാഡമി എഫിലിയേഷൻസ് അവൈലബിൾ ആണ്. എസ്പെഷ്യലി IT പ്രോഗ്രാംസ്, ഡെവലപ്മെൻറ്റ്, AI റോബോട്ടിക്സ് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ലത് NASSCOM ആണ്. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ NASSCOMൻ്റെ ഒരു സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നത് 2016 വരെ. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ ഐ സ്റ്റിൽ ഹാവ് കണക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും NASSCOM എടുക്കണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് നേരിട്ട് അവിടെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. രണ്ടാമത്തെ ഒരു സംഭവമാണ് CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എന്ന് പറയും. അതായത് നമ്മളെ ഇന്ത്യയിലുള്ള ഒരുവിധ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അസോസിയേഷൻ, ഒരു കോൺഗ്ലോമറേറ്റ് ഓർഗനൈസേഷൻ ആണ്. കോൺഗ്ലോമറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രി, ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻഡസ്ട്രി, IT ഉണ്ടാവും, non-IT, ടെക്സ്റ്റൈൽ, ഫുഡ്. ഒരു ഓൺടർപ്രണർ ആണെങ്കിൽ അവർ നോർമലി CIIൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും. ഇവർക്കും ഇതിൻ്റെ അക്കാഡമി മെമ്പർഷിപ്പ് അവൈലബിൾ ആണ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ആർ യു വിത്ത് മീ? നോട്ട് ചെയ്യുന്നുണ്ടോ എല്ലാവരും? എനിക്കറിയാം നിങ്ങൾ ഇതിൽ എസ്പെഷ്യലി നമ്മുടെ മുസ്ലിം ബ്രദേഴ്സ് എല്ലാവരും വെള്ളം കൂടി കുടിക്കാതിരിക്കുന്നേ. അപ്പം ഐ എം സോ ഹാപ്പി ദാറ്റ് യു ജോയിൻ. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഒന്ന് CII ആണ്, 2 NASSCOM ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് എടുക്കാവുന്ന എഫിലിയേഷൻസ് ആണ്. ഇഫ് യു നീഡ് ഹെൽപ്പ് പ്ലീസ് ലെറ്റ് മീ നോ. വി ചാർജ് സർവീസ് ഫീ. നമ്മൾ സർവീസ് ഫീ വാങ്ങിയിട്ടാണ് ഇത് ചെയ്തു കൊടുക്കാറുള്ളത്. ബട്ട് ഇഫ് യു വാണ്ട് ദിസ് യു ക്യാൻ ഒബ്വിയസ്ലി ഗോ വിത്ത് ദിസ്. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞതൊന്ന് ബേസിക്കലായിട്ട് എനിക്ക് തിരിച്ചു ആർക്കാ പറഞ്ഞുതരാൻ പറ്റുമോ? ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റുകൾ മുതൽ ഇതൊക്കെ വിസിബിലിറ്റി ആണ്. പ്ലീസ് കം അഹെഡ് ആൻഡ് സ്പീക്ക്. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ. ISO സർട്ടിഫിക്കേഷൻ. അടിപൊളി, സൂപ്പർ. ISO എന്തൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ? ISO നമ്മള് 9001 and 2015 സർട്ടിഫിക്കേഷൻ പറഞ്ഞു. വെരി ഗുഡ്. അതെന്താണ് ആക്ച്വലി? അപ്പൊ അതില് ജസ്റ്റ് നമ്മളെ മാനേജ്മെന്റ് ക്വാളിറ്റി മാത്രം വരുന്ന രീതിയിൽ. സൂപ്പർ, ശരിയാണല്ലോ അല്ലേ? അതെ, കറക്റ്റ്. ക്വാളിറ്റി പിന്നെ മാനേജ്മെന്റ്. യെസ്, എഡ്യൂക്കേഷൻ മേഖലയിൽ ഹയസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ISO എത്രയാണ് 21001 എന്നുള്ള സർട്ടിഫിക്കേഷൻ. 21001. അതെ 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 അതെ. പിന്നെ സാർ പറഞ്ഞ NASSCOM ആണ് ഞാൻ കൂടുതൽ നോട്ട് ചെയ്തിട്ടുള്ളത്. അടിപൊളി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ബേസ് ആണ് സംസാരിച്ചിരുന്നത്. ബേസിൽ ആദ്യം വേണ്ടത് ISO സർട്ടിഫിക്കേഷൻ ആണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷൻ. ഇതിൽ 2 എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട്, ഞാൻ എൻ്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പ്ലീസ് ഷെയർ ഇറ്റ് അക്രോസ് മീ. എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ മുന്നോട്ട് പോകുവാണ്. നിങ്ങൾ എന്ത് ഇൻപുട്ട് തരുവാണെങ്കിൽ ഞാനത് പഠിച്ച് അടുത്ത സെഷനിലേക്ക് നിങ്ങൾക്ക് കൂടി കൂടുതൽ ഇൻപുട്ട് തരാൻ ഞാൻ തയ്യാറാണ്. Okay, so coming, the next is basically
താങ്ക് യു ശരത്ജി. സെക്കൻഡ് ഇസ് തേർഡ് ഇസ് ബേസിക്കലി ഗവൺമെന്റ് അഫിലിയേഷൻസും സർട്ടിഫിക്കേഷൻസും ആണ്. ഓക്കെ, ഇത് ബേസിക്കലി പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ദാറ്റ് യുവർ സർട്ടിഫിക്കറ്റ്സ് ആർ വാലിഡ്, നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് എന്നുള്ളതും അത് സ്റ്റാക്കബിൾ ആണ് എന്നുള്ളത്, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. വാലിഡിറ്റി ആൻഡ് സ്റ്റാക്കബിലിറ്റി. എന്താ വാലിഡിറ്റി ആൻഡ് സ്റ്റാക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ? വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഞാനൊരു സ്ഥാപനം നടന്നു, കരിയേഴ്സ് ആൻഡ് കണക്ട്സ് എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ ISO 9001 സർട്ടിഫിക്കേഷൻ വെച്ച് ബേസിക് കാര്യങ്ങൾ വെച്ച് ഞാൻ കൊടുക്കാറുണ്ട്. ഇതിനെന്താണ് നിയമപരമായ സാധുത എന്താണ്? അപ്പം ഞാൻ പറയാറുണ്ട്, ഞാൻ സ്കിൽ സർട്ടിഫിക്കേഷൻ ആണ്, ഇതിൽ വേറൊരു എഫിലിയേഷൻസും ഇല്ല എന്ന് ഞാൻ വളരെ സത്യസന്ധമായിട്ട് ടീച്ചേഴ്സിനോട് ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ MS ഓഫീസ് വിത്ത് AI എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനത് കഴിഞ്ഞാൽ എൻ്റെ CNCൻ്റെ കരിയേഴ്സ് ആൻഡ് കണക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. പക്ഷേ ലീഗലി അതിന് ഒരു സാധ്യതയുമില്ല. ഇൻ കേസ് അവർ ഒരു ഗവൺമെൻറ് എഫിലിയേഷന് പോവാണ്, അല്ലെങ്കിൽ അവർ ഗവൺമെൻറ് ജോബിന് പോവുകയാണെങ്കിൽ ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അതാത് സ്ഥാപനത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അവർക്ക് എടുക്കാമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കാരണം ഇതിന് എന്താണ് ബാക്ക് ഉള്ളത്, ബാക്ക് സപ്പോർട്ട് ഉള്ളത്? ഇവിടെയാണ് നമുക്ക് ഗവൺമെൻറ് സപ്പോർട്ടുകൾ ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ NCVET, ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സർട്ടിഫിക്കേഷൻ ബോഡീസ് ഇവരാണ്. ഈ രണ്ട് കാര്യങ്ങൾ NCVET ആൻഡ് NSDC ആണ്. ഓക്കെ, കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ASAP, കേസ് ആൻഡ് കെൽട്രോൺ, ഇവർ മൂന്ന് പേര് എൻ്റെ അറിവിൽ ഒതൻറ്റിസിറ്റി ലെവലിൽ, ഞാൻ അറിയുന്ന ലെവലിൽ ASAPും കേസും കെൽട്രോണും. നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചഭിപ്രായങ്ങൾ ഉണ്ടാവും. ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. എനിക്കത് ഓക്കെയാണ്. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ മൂന്ന് സ്ഥാപനങ്ങളാണ് കേരള ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കും മനസ്സിലായിട്ടുള്ളത്. എഫിലിയേറ്റഡ് ഓർഗനൈസേഷൻ ഉണ്ടാവും, അതിന് അണ്ടർ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളൊക്കെ പലതും ഉണ്ടാവുമായിരിക്കും. പക്ഷേ രജിസ്റ്റേർഡ് ആയിട്ട് സ്കില്ലിൻ്റെ അണ്ടറിൽ നാഷണൽ പെർവ്യൂവിൽ വരുന്നത് ഈ പറയുന്ന 5 സ്ഥാപനങ്ങളാണ്, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് ലെവലിൽ. NCVT എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ NSDC എന്ന് പറയാം, പക്ഷേ NSDC എന്ന് പറയുന്നത് NCVT പറയുന്ന പോളിസി പ്രകാരം എക്സിക്യൂട്ട് ചെയ്യുന്ന ഇംപ്ലിമെൻ്റർ ആണ് NSDC. NCVT ആണ് പോളിസി മേക്കർ, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്. അതായത് നമ്മളടക്കമുള്ള വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്ന എല്ലാവരുടെയും നാഷണൽ ലെവലിൽ നമ്മളെ ബോഡി NCVT ആണ്. അപ്പോൾ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ട് NCVT എഫിലിയേഷൻ കിട്ടുമെങ്കിൽ അതിന് പോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം NCVT വരുമ്പോൾ ഓട്ടോമാറ്റിക് അതിന് കൂടെ SSCയും NSDCയും വരും. കാരണം ഒന്നേ പറ്റുള്ളൂ, കാരണം നാഷണൽ യു ആർ ഡയറക്ട്ലി അണ്ടർ NCVT. ഓക്കെ, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ. റീസെൻ്റ്ലി ഒരു വലിയ ബ്രാൻഡ് പറയുന്നത് കേട്ടോ NCVT സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. വെരി സിമ്പിൾ, അവർ NCVT എഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അവാർഡിംഗ് ബോഡീൻ്റെ സർട്ടിഫിക്കറ്റാണ് കൊടുത്തത്. NCVT നോർമലി 2 ഏജൻസികളെ ക്രിയേറ്റ് ചെയ്യുക. ഒന്ന് അവാർഡിംഗ് ബോഡി എന്ന് പറഞ്ഞ ഒരു ബോഡീനെയും, രണ്ടാമത് അസസ്മെൻറ്റ് ബോഡി. അവാർഡിംഗ് ബോഡി AB ആൻഡ് അസസ്മെൻറ്റ് ബോഡി, അത് അഗൈൻ സെക്കൻഡ് AB ആണ്. 2 ABs അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അസസ്മെൻറ്റ് ഈ അവാർഡിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ നോർമലി യൂണിവേഴ്സിറ്റീസ് ആണ്. കാരണം അവർ സിലബസ് ക്രിയേറ്റ് ചെയ്ത് ആ സിലബസ് ഓക്കെ ആണെന്ന് NCVT പറയും. എന്നിട്ട് ഈ സിലബസ് പ്രകാരം എക്സാം നടത്താൻ വേണ്ടിയിട്ട് അസസ്മെൻറ്റ് ബോഡിനെ ഏൽപ്പിക്കും. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ അവാർഡിംഗ് ബോഡി ക്ലാസ്സസ് നടത്താനുള്ള സർട്ടിഫിക്കേഷൻസും അതിൻ്റെ ബെഞ്ച് മാർക്കിങ്ങും ചെയ്യും. അസസ്മെൻറ്റ് ബോഡി പഠിച്ചു കഴിഞ്ഞ കുട്ടികളെ സർട്ടിഫിക്കേഷൻ നോക്കിയിട്ട് എക്സാമിനുള്ള കാര്യങ്ങൾ ചെയ്ത് എക്സാം ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക നോർമലി SSC ആണ്, സെക്ടർ സ്കിൽ കൗൺസിലായിരിക്കും ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. BFSI എന്നുള്ള പേരിലോ റാസ്കി എന്നുള്ള പേരിലോ MESC എന്നുള്ള പേരിലൊക്കെ നിങ്ങൾക്ക് അറിയപ്പെടുന്നത് ഈ പറഞ്ഞ SSCs ആണ്, സെക്ടർ സ്കിൽ കൗൺസിലാണ്. അവർ ഒറ്റയ്ക്ക് നിൽക്കുകയല്ല ചെയ്യുക, അവർ NSDSൻ്റെ കൂടെ മാത്രമേ അവർക്ക് റെലവൻസ് ഉള്ളൂ. ഈ പറഞ്ഞത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ തലിൻ്റെ മുകളിലൂടെ പോയിട്ടുണ്ടാവും, സാരില്ല, ഉച്ച സമയം ആയതുകൊണ്ടാണ്. ഓക്കെ, പക്ഷെ പറഞ്ഞു വരുന്നത് ഇതൊക്കെ കിട്ടാൻ ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞാൽ അതിലേക്കൊക്കെ വരാം. പക്ഷെ പറഞ്ഞു വരുന്നത് ഇതാണ്, ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇവരായിട്ട് ഡയറക്റ്റ് അഫിലിയേറ്റ് ചെയ്യണം. ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ത്രൂ, അവാർഡിംഗ് ബോഡി ത്രൂ നിങ്ങൾ അഫിലിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഈസിയസ്റ്റ് പ്രോസസ്. ASAP, കേസ്, കെൽട്രോൺ ഇങ്ങോട്ട് ഒന്ന് അഫിലിയേറ്റ് ചെയ്യുന്ന സ്ഥാപനമല്ല, നമ്മൾ അങ്ങോട്ട് പോയി അപ്ലൈ ചെയ്ത് അവരുടെ ട്രെയിനിങ് സെൻ്റർ ആയിട്ട് മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, വീണ്ടും ഞാൻ പറഞ്ഞു, ASAP നോർമലി ചെയ്യാറുള്ളത് നമ്മുടെ കോഴ്സസ് എടുത്ത് അവരുടെ പ്രോഗ്രാമായിട്ട് കൊടുക്കും. നമ്മൾ ട്രെയിനിങ് പാർട്ട്ണറായിട്ട് മാറും, അല്ലെങ്കിൽ ട്രെയിനിങ് സെൻ്ററായിട്ട് മാറുകയാണ് ചെയ്യുക. വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ നേരത്തെ ദീപക് ജി പറഞ്ഞതുപോലെ, ICMS പറഞ്ഞതുപോലെ നേരിട്ട് NSDC പാർട്ട്ണർഷിപ്പ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ട്രെയിനിങ് പാർട്ട്ണറോ ട്രെയിനിങ് സെൻറ്റർ ആവാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 2-2.5 ലക്ഷം രൂപയാണ് അതിന് വരുന്ന കോസ്റ്റ്. പ്ലസ് ഓരോ സർട്ടിഫിക്കേഷനും നിങ്ങളൊരു സ്പെസിഫിക് amount, ഒരു 2500 to 4000 റുപ്പീസ് വരെയാണ് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ വരുന്ന ഫീസ്. ആർക്ക് വേണമെങ്കിലും NSDC പാർട്ട്ണർ മിനിമം ഇത്ര സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ. അങ്ങനെയാകുമ്പോൾ നേരിട്ട് NSDC സർട്ടിഫിക്കറ്റ് ആണ്, ഓൺലൈൻ വെരിഫയബിൾ ആണ്, കുട്ടികൾക്ക് ലോൺ കിട്ടും, കുട്ടികൾക്ക് ട്രാവൽ കാർഡ് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഫെസിലിറ്റീസും NSDC ഡയറക്റ്റ് പാർട്ട്ണർ ആകുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ബട്ട് ഒരു കോസ്റ്റ്ലി അഫെയർ ആണ്. ഇനി അത് എല്ലാം നിങ്ങൾക്ക് അത്രയൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു പാർട്ട്ണറെ മതിയെങ്കിൽ ഓൾറെഡി ട്രെയിനിങ് പാർട്ട്ണർ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇത് നിങ്ങൾ എഫിലിയേഷൻ ഫീസ് കൊടുക്കാതെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിലിറ്റി ഉണ്ട്. ക്ലിയർ ആണോ? അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സർട്ടിഫിക്കേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതി.
എഫിലിയേഷൻ ഫീസ് അടയ്ക്കേണ്ട. പക്ഷേ ഒരു ചാലഞ്ച് ഉള്ള അതിൽ നിങ്ങളെ പേര് ഉണ്ടാവില്ല, ട്രെയിനിങ് പാർട്ണറായിട്ട് നിങ്ങളെ പേരല്ല ഉണ്ടാവുക. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റൊരു ട്രെയിനിങ് സെൻറ്ററിൻ്റെത് നിങ്ങൾ എടുക്കരുത്. കാരണം അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് നിങ്ങൾക്കൊരു ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ട്രെയിനിങ് സെൻറ്റർ ഫിസിക്കലി ഇല്ലാത്ത ഏതെങ്കിലും ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എനിക്കും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഞാനും നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി അതല്ല, വേറൊരു ജോഗ്രഫിയിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ട്രിവാൻഡ്രമാണ്, നിങ്ങൾക്ക് തൃശ്ശൂരുള്ള ഒരു സ്ഥാപനത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു തെറ്റുമില്ല. കാരണം നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. ഫ്യൂച്ചറിൽ കോമ്പറ്റീഷൻ വരുമോ ഉണ്ടോ ഇല്ലെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിൽ ഈ NSDC എടുക്കണോ ബെറ്റർ ഉള്ളത്? ഞാൻ ഓൾവേസ് ഐ 100% സജസ്റ്റ് വിത്ത് NSDC. കാരണം നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് നേരിട്ട് അണ്ടറിൽ വരുമല്ലേ, ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതപ്പോ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ കെൽട്രോൺ PSC അപ്രൂവൽ എല്ലാം അവൈലബിൾ ആവും അതിനകത്ത്? അതിലും ഉണ്ട് കുറച്ച് കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് വരട്ടെ. ഓക്കെ സാർ. ഈ സ്റ്റേറ്റ് പറയുന്നത് നമ്മളെ ഇപ്പം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും പറയുന്ന പോലെ തന്നെ പരസ്പരമുള്ള അടികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ നാഷണൽ ലെവലിൽ പോകുന്ന സമയത്ത് ഒരു നാഷണൽ സർട്ടിഫിക്കേഷനും ഒരു സ്റ്റേറ്റ് ബോഡിക്കും ഡിനൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ഒരു റൈറ്റിംഗിൽ എഴുതി തരുന്നത് അംഗീകരിക്കില്ല എന്ന് ഒരാൾക്കും എഴുതി തരാനുള്ള അധികാരമില്ല. UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള, NCVT അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും ഒരു സ്റ്റേറ്റ് ബോഡിക്കും ഒരു ലോക്കൽ ബോഡിക്കും അതിനെ ഡിസ്അഫിലിയേറ്റ് ചെയ്യാൻ പറ്റില്ല, റെക്കഗ്നൈസ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ റൈറ്റിംഗിൽ കൊടുത്ത ആ ബോഡിന് കാര്യം പോക്കാണ്. അതുകൊണ്ട് ആരും റൈറ്റിംഗിൽ കൊടുക്കില്ല. അവർ ഇങ്ങനെ, അത് ഇന്റേണൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കേരള ഗവൺമെന്റ് ബോഡീസ് നമ്മൾ ഇന്റർണൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതല്ലാതെ ഒരാൾക്കും ഇത് ഡിനൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല. റൈറ്റിംഗിൽ അപ്പം നമുക്ക് ഏറ്റവും സിമ്പിൾ, ആരെങ്കിലും സമ്മതിക്കുന്നില്ലെങ്കിൽ സാർ ഒന്ന് റൈറ്റിംഗ് തരണം നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്ത് ചെയ്തല്ലേ, ഒന്ന് റൈറ്റിംഗ് തരാൻ വേണ്ടി പറഞ്ഞാൽ ഒരാൾ റൈറ്റിംഗ് തരില്ല. അവർ അങ്ങനത്തെ ഇൻഡിവിജ്വൽ ആൾക്കാരെ പാസ് ഔട്ട് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇൻക്ലൂഡിങ് PSC, നോർക്ക, എംബസി അടക്കം. എംബസിന് പ്രശ്നമില്ല, പക്ഷേ നോർക്ക അടക്കമുള്ള, PSC അടക്കമുള്ള, UPSC അടക്കമുള്ളത് അംഗീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റീസ് വരെ, കേരള യൂണിവേഴ്സിറ്റീസ് വരെ ഒരു കൺസോർഷ്യമാണ്. അവർ പോലും പലപ്പോഴും പ്രൈവറ്റ് സ്കിൽ യൂണിവേഴ്സിറ്റിനെ അപ്രൂവ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ റൈറ്റിംഗ് തരാൻ വേണ്ടി പറയുമ്പോൾ അവർ അതിനെ കയറ്റിവിടും, ഈക്വലൈസ് ചെയ്ത് കയറ്റിവിടുന്നേ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാനൊന്ന് ഇതുവരെ ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? യെസ്, എവ്രി വൺ, എല്ലാവരും കൂടെ ഉണ്ടാവും. ഒന്ന് തംസപ്പ് തരാമോ പ്ലീസ്? തംസപ്പ് പ്ലീസ്. ഞാൻ നിങ്ങളെ സ്ക്രീനിൽ നോക്കിയിട്ട് കാണുന്നില്ല. ഓക്കെ, താങ്ക് യു ഷിബു സർ. ഓക്കെ, താങ്ക് യു ശരത് സർ. K-Disk അവൈലബിൾ ആണോ? K-Disk K-Disk ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവര് ഡയറക്റ്റ് അഫിലിയേറ്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതായിട്ട് എൻ്റെ ഒരു മനസ്സിലാക്കൽ അങ്ങനെയാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് കേരള യൂണിവേഴ്സിറ്റിയെ ബേസ് ചെയ്തിട്ട് ഈ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അവര് കെൽട്രോണും K-Disk ആണ് അവര് ശുപാർശ ചെയ്യുന്നത്. കറക്റ്റ്. കാരണം K-Disk ഒരു കേരള ഗവൺമെന്റ് ബോഡിയാണ്. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള കേരള ഗവൺമെന്റിന്റെ ബോഡിയാണ് K-Disk. എൻ്റെ ഓർമ്മ ശരി, ഞാൻ എറണാകുളത്ത് വെച്ച് ഒരു ഓഫീസിൽ പോയിട്ടുണ്ട്. അവർ നേരിട്ട് കോളേജിന്റെ അകത്ത് പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അവരല്ല റൺ ചെയ്യുന്നത്, നമ്മളെ പോലെ എഡ്യൂക്കേഷൻ പ്രൊവൈഡർ അവർ കൂട്ടുപിടിച്ചാണ് റൺ ചെയ്യുന്നത്. നേരിട്ട് ഡെലിവറി ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവർക്കില്ല. അതെ, കേരള അക്കാഡമി ഫോർ സ്കില്ലിംഗ് എക്സലൻസ് അവരും ഒരു അജണ്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ നമ്മളെ പോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവനും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കേസിന്റെ അണ്ടറിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. ഈവൻ അതിന്റെ ഭാഗമാണ് ഈ ടാലിയുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷൻ പോലും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കാരണം ഇപ്പോൾ കേരളത്തിൽ 60% സെന്റർ കേസിന് അണ്ടറിലായി. അപ്പോൾ നാളെ ഒരു നോട്ടിഫിക്കേഷൻ വിട്ടാൽ അവർക്ക് പെട്ടെന്ന് അതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഞാനിത് 2020 കോവിഡിന് തൊട്ട് മുൻപ് ഞാൻ വിനോദ് സാർ, അതിൻ്റെ CEO ആയിരുന്ന വിനോദ് സാർ ഞാൻ കണ്ടിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്. അന്നേ അദ്ദേഹം, ഞാൻ GTech അന്ന് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയമാണ്. അദ്ദേഹം അന്നേ പറഞ്ഞു നിങ്ങളൊക്കെ സമയം മാറാൻ പോകുന്നു, ഞങ്ങൾ എല്ലാം ഇതിൻ്റെ അണ്ടറിലേക്ക് വരുമെന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. അതിൻ്റെ ഗ്രാജുവൽ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് എത്രയും സേഫായി നിൽക്കുക എന്നുള്ളത്, നാഷണൽ ബോഡീസിൻ്റെ അണ്ടറിലേക്ക് നമ്മൾ ഡയറക്റ്റ് അഫിലിയേറ്റ് ആകുമ്പോൾ പിന്നെ ഒരു സ്റ്റേറ്റ് ബോഡി അഫിലിയേഷൻ്റെ ആവശ്യകത പൊതുവേ വരാറില്ല. പക്ഷെ പറ്റുമെങ്കിൽ ഇതൊന്നും എടുത്ത് എത്ര അഫിലിയേഷൻ വരുന്നോ അത്രത്തോളം നിങ്ങളെ ക്രെഡിബിലിറ്റി കൂടും. ആസ് സിമ്പിൾ, നമ്മൾ ഒന്നിനെ എതിർക്കേണ്ടതില്ല. അറ്റ് ദ സെയിം ടൈം എല്ലാം അവർ അണ്ടറിൽ വരണം എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വീണ്ടും ഒരു ഫ്രാഞ്ചൈസി മോഡ് പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ആസ് എ ടീം നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ്. കാരണം അധികാരം ടോട്ടൽ ഒരാളെ കയ്യിൽ കിട്ടുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് വരും. അവർ സ്ട്രിക്റ്റ് ആവും, നമുക്ക് അധികാരം ഇല്ലാതാവും, അങ്ങനെ ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ കുറേ എണ്ണം കണ്ടിട്ടുണ്ട്, CIPT, റൂട്രോണിക്സ്, സ്റ്റെഡ്, MSME എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഗവൺമെൻറ് ബോഡീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അതോറിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതൊക്കെ എടുത്തു വെക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാത്ത എഫിലിയേഷൻസ് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ആവശ്യമുള്ള കുട്ടികൾക്ക് മാത്രം കൊടുത്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും.
അപ്പോൾ ഇതൊക്കെ ഇതിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതിലൊക്കെ പലതിൻ്റെയും മെമ്പേഴ്സ് ആയിരിക്കും. ഇപ്പോൾ റൂട്രോണിക്സ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഒരു അത്യാവശ്യം നന്നായി ക്രെഡിബിളായി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തു നോക്കുന്നത് യാതൊരു തെറ്റുമില്ല. ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡിജിലോക്കർ സംവിധാനത്തിൽ ഇതിൻ്റെ ക്രെഡിബിലിറ്റി നമ്മൾ നോർമലി ചെക്ക് ചെയ്യാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ഡിജിലോക്കർ സംവിധാനം പ്രകാരം കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ABC ക്രെഡിറ്റ് കിട്ടുവാണെങ്കിൽ ഇതിനാണ് സ്റ്റാക്കബിലിറ്റി എന്ന് പറയാം. അതായത് ഇപ്പം ഞാൻ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഡ്വാൻസ് ഡിപ്ലോമ പഠിക്കാൻ വേണ്ടി പറ്റണം. ഒരു വർഷമാണ് ഡിപ്ലോമ, രണ്ടാമത്തെ വർഷം അഡ്വാൻസ് ഡിപ്ലോമയാണ്, മൂന്നാമത്തെ വർഷം ഡിഗ്രിയാണ്. അങ്ങനെ സ്റ്റാക്കബിലിറ്റി ഉള്ള പ്രോഗ്രാംസ് കിട്ടുവാണെങ്കിൽ കുട്ടികൾക്ക് വർഷങ്ങൾ വേസ്റ്റ് ആവില്ല, അവർക്ക് നേരിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ ചില ഓർഗനൈസേഷനൊന്നും ഓതറൈസ്ഡ് അല്ല എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡിജിലോക്കർ സംവിധാനം കിട്ടുവാണെങ്കിൽ വളരെ നല്ലത്. ഇപ്പോൾ ഇവരെല്ലാവരും ഈ പറഞ്ഞ എഫിലിയേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. ഈ ABC ക്രെഡിറ്റ്സിന് വേണ്ടി ശ്രമിക്കുന്നതാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഡിജിലോക്കർ സംവിധാനം, ക്രെഡിറ്റ്സ്, എംബസി അറ്റസ്റ്റേഷൻ, നോർക്ക ആൻഡ് PSC അപ്രൂവൽ, ഇതാണ് 5 മാനദണ്ഡങ്ങളായിട്ട് പൊതുവെ കുട്ടികൾ കരുതപ്പെടുന്ന ഒരു സംഭവം. അപ്പോൾ ഇതിലേക്ക് ഏതൊക്കെ ടിക്ക് ഇടാൻ പറ്റുമോ, എത്രത്തോളം ടിക്ക് ഇടാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഞാൻ ഇൻ്റർനാഷണൽ എഫിലിയേഷൻസും യൂണിവേഴ്സിറ്റിയും പറയാനല്ല വന്നിട്ടുള്ളത്, നോർമൽ സ്റ്റേറ്റോ ഗവൺമെൻറ് പറയാനല്ല, കാരണം അതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ കുറച്ചുകൂടി ഇൻഫർമേഷൻ തരാൻ ഉദ്ദേശിച്ച ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ്, അതിലേക്ക് വരാം. അതിന് മുമ്പ് യൂണിവേഴ്സിറ്റി കൂടി പറഞ്ഞോട്ടെ. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്യുന്നതായിട്ട്. ഞാൻ പേഴ്സണലി ഞാൻ ത്രൂ ചെയ്ത് 2024 മാർച്ച് മുതൽ ഞാൻ അസോസിയേറ്റ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി MSU ആണ്, മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റിയാണ്. സിക്കിം ബേസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഒറ്റ കാര്യത്തിൽ ഞാൻ കൺവിൻസ്ഡ് ആയത്, ആർമിയിൽ അവർ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. പണ്ട് ജെയിനിന് ഞാൻ ജിടെക്കുള്ള സമയത്ത് ജെയിൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു ആർമിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി MSU ആയിട്ടുണ്ട്. NCVT അഫിലിയേഷൻ ഉണ്ട്, ABC അഫിലിയേഷൻ ഉണ്ട്. നിങ്ങൾ ഇനി ഇതല്ല ഏത് യൂണിവേഴ്സിറ്റി പോലും യാതൊരു കുഴപ്പമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യത്തെ 2 പറഞ്ഞ കാര്യങ്ങളും പക്കയായിരിക്കണം. ഡിജിലോക്കർ സംവിധാനത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കണം. 2, കുട്ടികൾക്ക് ക്രെഡിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റണം. അത് സ്റ്റാക്കബിൾ ക്രെഡിറ്റ്സ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റണം. പിന്നെ നമ്മളെ കുട്ടികൾ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ, എംബസി, നോർക്ക, PSC അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി അപ്രൂവൽസ്, ഇതുകൂടി കിട്ടുവാണെങ്കിൽ നല്ലത്. ഇതൊന്നും ഇല്ലാത്ത, UGC വെബ്സൈറ്റിൽ പോലും ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ, അതിന് എത്ര കോസ്റ്റ് കുറവാണെങ്കിലും ചെയ്യരുത്. യു വിൽ ബി ഇൻ ട്രബിൾ. കാരണം നമ്മൾ നല്ല രീതിയിൽ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുകയും പെട്ടെന്ന് ഒരു റോങ് യൂണിവേഴ്സിറ്റി വന്ന് കയറി, ഞാൻ MSU മാത്രമൊന്നുമല്ല കേട്ടോ, ഏകദേശം ഒരു 5-6 യൂണിവേഴ്സിറ്റീസ് ഈ പറഞ്ഞ വെബ്സൈറ്റ് NCVT വെബ്സൈറ്റ് ലിസ്റ്റ് ആയിട്ടുള്ള ആരെ വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ ലിസ്റ്റ് ചെയ്യാത്ത ഒരാളെ പോലെ, NCVT വെബ്സൈറ്റിൽ ട്രെയിനിങ് പാർട്ട്ണറായിട്ട് ലിസ്റ്റ് ചെയ്യാത്ത, UGCയിൽ NACൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു യൂണിവേഴ്സിറ്റിന് യാതൊരു കാരണവശാലും എടുക്കാൻ വേണ്ടി പാടില്ല. എസ്പെഷ്യലി ജോഗ്രഫി ലിമിറ്റുള്ള യൂണിവേഴ്സിറ്റി എടുക്കരുത്, കാരണം അതിന് യാതൊരു സാധ്യതയില്ല. രണ്ടാമത്തെ ഒരു കാരണം, ഇതിന് നടുക്ക് നിൽക്കുന്ന പ്രൊവൈഡേഴ്സ് ഉണ്ട്. ദർ ഇസ് എൻ ഇൻസ്റ്റൻസ്, ഞാനത് പേര് പറയുന്നില്ല, ഏകദേശം 6000-ഓളം സർട്ടിഫിക്കേഷൻ കേരളത്തിലൊരു ഒരു സാധാരണ പ്രസ്സിൽ പ്രിന്റ് ചെയ്യുന്നത് കണ്ടുപിടിച്ച് ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. അത് അന്ന് വലിയ ലെവലിലൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അത് പേപ്പറിലൊന്നും വരാതിരുന്നത്. പല സർട്ടിഫിക്കറ്റും ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് പോലും യാതൊരു ബന്ധവുമില്ല, അതുപോലെ അടിച്ചു കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കൊടുക്കാൻ വേണ്ടി, കാരണം നമ്മൾ എത്രയോ വർഷങ്ങളായി ബിൽഡ് ചെയ്യുന്ന ക്രെഡിബിലിറ്റിയാണ് അത് കാരണം പോകാനുള്ള സാധ്യത. അപ്പോൾ എപ്പോഴും സർട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ അവരുടെ വെബ്സൈറ്റിൽ, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ചോദിച്ചതിന് ശേഷം മാത്രം അവരുടെ സർട്ടിഫിക്കേഷൻസ് എടുക്കുക. ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞത്? പാർട്ട്നേഴ്സ്, ആർ യു വിത്ത് മീ? ഈ മേധാവി യൂണിവേഴ്സിറ്റി അവരുടെ കോഴ്സ് കേരളത്തിൽ നടത്തിയാൽ അത് വാലിഡ് ആണോ? ഒരു യൂണിവേഴ്സിറ്റി വേറൊരു സ്റ്റേറ്റിൽ പോയി ചെയ്യാൻ പറ്റുമോ? സാറേ ഒന്നുകൂടെ ശബ്ദം കുറച്ച് കുറവായിരുന്നു, ഒന്നുകൂടി പറയാമോ സാറേ? അതായത് ഒരു UGCയുടെ നിയമം അനുസരിച്ച് ഒരു സ്റ്റേറ്റിലെ ഉള്ള യൂണിവേഴ്സിറ്റിക്ക് വേറൊരു സ്റ്റേറ്റിൽ പോയി കോഴ്സ് നടത്തി സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റുമോ? സ്കിൽ യൂണിവേഴ്സിറ്റികൾക്ക് പറ്റും. സ്കിൽ യൂണിവേഴ്സിറ്റിക്ക് പറയുന്നത് എവിടെയാണോ ഇവരുടെ വർക്ക് സ്പേസ് ഉള്ളത്, ആ വർക്ക് സ്പേസിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഓപ്ഷൻ ഇവർക്ക് അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റി സിക്കിമിലോ ആസാമിലോ എവിടെ ആയിക്കോട്ടെ. പക്ഷേ ഇവരുടെ ഒരു സെക്കൻഡ്. ഞാനൊന്ന് സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, ഒരിക്കൽ കൂടി എടുക്കാം കേട്ടോ. എനിക്ക് ചെറിയൊരു ഓക്കെ. എൻ്റെ സ്ക്രീൻ ഷെയറിംഗ് കാണാമോ? കാണാം. ഓക്കെ.
ഇതിൽ MSU സർട്ടിഫിക്കേഷൻ്റെ അകത്ത് MSU എന്ന് പറയുന്നത് സ്കിൽ വൈസ് എന്ന് പറയും, വർക്ക് ഇൻ്റഗ്രേറ്റഡ് സ്കിൽ എഡ്യൂക്കേഷൻ അണ്ടറിൽ വരുന്നതാണ്. വിച്ച് മീൻസ് അവർക്ക് എവിടെയാണോ ഇൻഡസ്ട്രി ഉള്ളത് അവിടെ കൂടി പഠിപ്പിക്കാനുള്ള അധികാരം ഇവർക്ക് അവൈലബിൾ. അതുകൊണ്ടാണ് ഇവരുടെ പ്രോഗ്രാംസ് പൊതുവേ പറയാറുള്ളത്, എവിടെയാണോ നിങ്ങൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് വേണം നിങ്ങൾ എപ്പോഴും കോഴ്സ് നടത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് പൊതുവേ സ്കിൽ യൂണിവേഴ്സിറ്റികളെല്ലാം. അവർക്ക് ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഇല്ല. ഇതിൻ്റെ കൃത്യമായ UGC നോട്ടിഫിക്കേഷൻ ഇവർ പൊതുവെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോകാം, അത്രയേ ഉള്ളൂ. സാറേ ക്ലിയർ ആണോ? ഓക്കെ. യെസ്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ബോഡി. നിങ്ങൾ വളരെ ചിലവ് കുറച്ച് നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ സെൻറ്റർ ആവാനുള്ള പോസിബിലിറ്റി ഇതിലുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ ജിടെക്കിന് ഇറങ്ങിയതിന് ശേഷം പല സെൻറ്റേഴ്സും പറഞ്ഞു, നിങ്ങളൊക്കെ വലിയ 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 പുള്ളികളാണ്, നിങ്ങൾക്ക് മാത്രം ഇത്രയും സർട്ടിഫിക്കേഷൻ നിങ്ങൾ ഒരുപാട് കോടികൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒക്കെ വെറുതെയാണ്. ഒരുപാട് കോടികളോ ഒരുപാട് ലക്ഷങ്ങളോ ഒന്നും വേണ്ട. ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കേഷൻസും. അതിലൊന്നാണ് IAAP എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. ഇതല്ലാതെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ്, പൊതുവേ അത് UK സർട്ടിഫിക്കേഷൻ ആയിട്ടാണ് വരാറുള്ളത്. ഇവിടെ ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാനൊരു ഒരു UK സർട്ടിഫിക്കേഷൻ ബോഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഈ ഓഫ് കോളോ CPD ഒന്നും ഇല്ലാത്ത സംഭവം ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കാരണം എനിക്കറിയാം അതിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളത്. എന്നിട്ട് ഞാൻ 1.5 കൊല്ലത്തിന് ശേഷം കമ്പനി ഒരു 2 ഇരട്ടി ലാഭത്തിന് വിറ്റു. ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും സ്കോപ്പ് ഉണ്ട് ഈ UK കാരണം നമ്മൾ സാധാരണഗതിയിൽ സെൻറ്റർ ചോദിക്കും, എനിക്കൊരു UK ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ അവർ ആവശ്യമുള്ളൂ. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഏത് സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ചെയ്യാം. ഒരുപാട് സർട്ടിഫിക്കേഷൻ, ഞാൻ പേര് പറയുന്നില്ല കാരണം പലതും റെക്കഗ്നൈസ്ഡ് അല്ല. ഒരു റെക്കഗ്നേഷനും ഇല്ല. ഇന്ത്യക്കാർ സ്റ്റാർട്ട് ചെയ്ത കമ്പനികൾക്ക് UK രജിസ്ട്രേഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് മെജോറിറ്റി സർട്ടിഫിക്കേഷൻസ്. അതിന് യാതൊരു നിയമ സാധ്യതയോ ഇൻ്റർനാഷണൽ സാധ്യതയോ ഇല്ല. സാധ്യത ചെക്ക് ചെയ്യുന്ന 2-3 ബോഡീസ് ആണെന്ന് UKൻ്റെ ഓഫ് കോൾ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനാണ്. 2 CPD എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ, കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ബോഡിയാണ്. പിന്നെ ഒന്ന് NVQF എന്ന് പറഞ്ഞ ബോഡിയാണ്, നാഷണൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. ഈ 3 ബോഡീസിൻ്റെ അംഗീകാരമില്ലാത്ത ഒരു സർട്ടിഫിക്കേഷൻ നോർമലി വാലിഡിറ്റി ഇല്ല. പക്ഷേ ഒരു ചെറിയ കോസ്റ്റിംഗ് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കൊടുക്കണേ ഏത് ബോഡിന് എടുത്താലും തെറ്റില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ എഫിലിയേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങളുടെ നാളെ ഒരു സാധനം ആളുകൾ ചോദിക്കുകയാണ്, ഇതുണ്ടല്ലോ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എനിക്ക് അയച്ചു തരാം. ഞാൻ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു വാലിഡിറ്റി പറഞ്ഞുതരാം. ആര് സ്റ്റാർട്ട് ചെയ്താണ്, എപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ്, എന്ത് വാല്യൂ ഉണ്ട് മാർക്കറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ആ ലെവലിൽ ആക്സസ് ഉണ്ട്. ഐ ക്യാൻ ഗെറ്റ് യു ഓൾ നെസസറി ഇൻഫർമേഷൻസ്. ഇത് അക്കൗണ്ടിങ് IAB എന്ന് പറഞ്ഞ ഒരു ബോഡി ഉണ്ടായിരുന്നു. അത് ജിടെക്കിന് മാത്രം എക്സ്ക്ലൂസീവ് റൈറ്റ്സ് കൊടുത്ത ബോഡിയാണ്. അപ്പോൾ അവർ വളരെ ബുദ്ധിപരമായി മറ്റൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. IABൻ്റെയും സെയിം ഓണേഴ്സും സെയിം സ്റ്റാഫുമാണ്, സെയിം ഓഫീസാണ് അവർ പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു വ്യത്യാസമില്ല, സെയിം ഓർഗനൈസേഷനാണ്. IAB പിന്നെ ഒരു ഓർഗനൈസേഷനെ എഴുതി കൊടുത്തത് കൊണ്ട് അവർ പുതിയൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു വ്യത്യാസം അതിനകത്തില്ല. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാമേ. നമുക്ക് ഏകദേശം മൈൻഡ് ഓഫ് ചെയ്യേണ്ട സമയമാവുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടോ, ക്ലാരിറ്റി വേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഓക്കെ ആണോ? യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ പറഞ്ഞില്ലേ, MSU, അതെ. അത് പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ആണോ അല്ലെങ്കിൽ അതൊരു ജനറൽ ടൈം ആണോ? അല്ല, ഞാനൊന്ന് ഒരു ഓർഗനൈസേഷൻ്റെ IAP എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ കാരണം എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഇതല്ലാതെ ഒരുപാട് സർട്ടിഫിക്കേഷൻ, ഞാൻ പേര് പറയാത്തത്, എനിക്ക് ഓതറൈസ്ഡ് ആയിട്ട് തിരിച്ചറിയാവുന്ന കേരളത്തിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ കുറവായതുകൊണ്ട് അധികം ഇടാത്തത്. അപ്പോൾ IAPക്ക് വരെ മറ്റു കുറേ പേരുകൾ എനിക്കറിയാം. കേരളത്തിൽ മാർക്കറ്റ് റൺ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ. ഞാനതിൻ്റെ പേര് പറയാത്തത് അതിൽ 99% നമ്മളെ കേരളത്തിലെ ആൾക്കാർ തുടങ്ങിയ സർട്ടിഫിക്കേഷൻസ് ആണ്. കേരളത്തിലെ ആൾക്കാർ ട്രിവാൻഡ്രം അഡ്രസ്സ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ ഏതോട്ട് നോക്കുമ്പോൾ ഏതോ ഒരു ബിജുമോനോ ബിനുമോനോ ദീപക് മോനോ ഒക്കെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ വരുന്നത് വെൻഡർ സർട്ടിഫിക്കേഷനാണ്. വെൻഡർ സർട്ടിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ SAP പറയുന്നു, എൻ്റെ സോഫ്റ്റ്വെയർ പഠിച്ച കുട്ടികളാണ് നിങ്ങളേതെന്ന് പറഞ്ഞാൽ SAP നേരിട്ട് സർട്ടിഫൈ ചെയ്യുന്ന SAP വെൻഡർ സർട്ടിഫിക്കേഷൻസ് എന്ന് പറയാം. ഇതിൻ്റെ അകത്തും വെൻഡർ സർട്ടിഫിക്കേഷൻ വിത്ത് പാർട്ട്ണർ സർട്ടിഫിക്കേഷൻ ഉണ്ട്, പ്യുവർ വെൻഡർ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ SAPയുടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ പ്യുവർ വെൻഡർ സർട്ടിഫിക്കേഷൻ ആണ്. മറിച്ച് ഇവിടെ കൊടുക്കുന്ന എല്ലാ ലേണിംഗ് ഹബ് അടക്കമുള്ള എല്ലാ സർട്ടിഫിക്കേഷൻസും, അതായത് നമ്മൾ പറയുന്ന SAP S4HANA, FICO, EBAP, നിങ്ങൾ ഏത് സർട്ടിഫിക്കേഷൻ കൊടുത്താൽ അതൊക്കെ പാർട്ട്ണർ സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ വരുമ്പോൾ കൺസൾട്ടൻറ്റ്, അസോസിയേറ്റ് അങ്ങനെയുള്ള പേരുകളാണ് വരിക. അപ്പോൾ അത് നേരിട്ട് നിങ്ങൾക്ക് ജർമ്മൻ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം. SAPയുടെ ജർമ്മനി വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം, കോർപ്പറേറ്റ് വെബ്സൈറ്റിൽ. ബാക്കിയെല്ലാം പാർട്ട്ണറിൻ്റെ വെബ്സൈറ്റിലാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ടാവുക. ഇതൊക്കെ ഈ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കേഷൻസും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്.
ഇൻ കേസ് നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ വി ആർ ഓൾവേസ് ഹാപ്പി ടു സപ്പോർട്ട് യു. അതേപോലെ ടാലി സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോഹോ ഇതേപോലെ വെണ്ടർ സർട്ടിഫിക്കേഷൻ. ഡൈസ് ഗ്ലോബൽ നമ്മുടെ ഓൺ സർട്ടിഫിക്കേഷൻ ബോഡിയാണ്, ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷൻ ബോഡിയാണ്. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി ഇത് ഓതറൈസ് ചെയ്യുക ഗവൺമെൻറ്റോ നോർക്കയോ ഒന്നുമല്ല, അതാത് സ്ഥാപനങ്ങളാണ്. ഫോർ എക്സാമ്പിൾ SAP സർട്ടിഫിക്കറ്റ് ജെനുവിനാണ് SAP ആണ് പറയുന്നത്, ടാലി ഒറിജിനൽ ആണ് ടാലി ആണ് പറയുന്നത്, സോഹോ ജെനുവിനാണ് സോഹോ ആണ് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ മാത്രം ചെക്ക് ചെയ്താൽ മതി, വേറെ എവിടെയും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതേപോലെ വെണ്ടർ സർട്ടിഫിക്കേഷൻ ത്രൂ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ബോഡീസ് എന്ന് പറയാറുണ്ട്. അതായത് ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ MOS, മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇത് മൈക്രോസോഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് പിയേഴ്സൺ വ്യൂയിലൂടെയാണ്, സർട്ടിപ്പോർട്ട് എന്ന് പറഞ്ഞ ബോഡീൻ്റെ അണ്ടറിലാണ്. ഈ ഒരു നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇതിൻ്റെ കുറച്ച് ലൈസൻസ് വാങ്ങി വെക്കുകയാണ്. ഒരു മേ ബി ഒരു 1 lakh മാക്സിമം എക്സ്പെൻസ് വരുമായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കേഷനും നിങ്ങളെ പേരിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു സെക്കൻഡ്, ഗിവ് 1 second. ഓക്കെ ഓക്കെ, യാ സോറി, ഞാനൊന്ന് പോയിട്ടില്ല, ചെറിയ ചുമയും പനിയൊക്കെ ആയതുകൊണ്ട് ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ചെറിയ ചെറിയ ബഹളങ്ങൾ. ഓക്കെ, നമുക്ക് തുടരാം അല്ലേ? ഷാൽ വി കണ്ടിന്യൂ? യെസ്, ഐ എം സോ ഹാപ്പി. രണ്ടുപേരോട് വളരെയധികം സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഒന്ന് ശ്രീകുമാർ സാറിനോടാണ്, മറ്റൊന്ന് ദീപക് സാറിനോടാണ്. എല്ലാവരും ക്യാമറ ഓപ്പൺ, അത് ഇറ്റ് ആക്ച്വലി ഇൻസ്പയർസ് മീ കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, നിങ്ങളിവിടെ ഉണ്ടെന്ന് എനിക്ക് 100% അറിയാലോ. ഓക്കെ, ശരത്ത് നേരം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഓഫ് ചെയ്ത്. ഞാൻ ഇടയ്ക്കൊരു മാഷാവും, കാരണം കരിയർ സ്റ്റാർട്ട് ചെയ്തൊരു മാഷായതുകൊണ്ട് ഇടയ്ക്കൊരു മാഷായി പോകും. ശരി ശരി, ഇപ്പോൾ തിരിച്ചു വരുന്നു. ഈ മൈക്രോസോഫ്റ്റ് അഡോബ് നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എഫിലിയേഷൻ്റെ നിങ്ങളുടെ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള പ്രൊവിഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, സാർ ഒരു ഡൗട്ട് വെച്ചിട്ട്, നേരത്തെ സോഹോന്റെയും ടാലിന്റെയും കാര്യം പറഞ്ഞില്ലേ? ഇപ്പൊ നമ്മൾ നമ്മളുടെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് ഈ ടാലി, സോഹോ അങ്ങനത്തെ ലോഗോസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി പറ്റില്ല, അത് ലീഗൽ അല്ല. നിങ്ങൾ ഓതറൈസ്ഡ് പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങളെ സെൻറ്ററിൽ മാത്രം ഉപയോഗിക്കാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. പക്ഷേ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 99% ആൾക്കാർ. ഫോർ എക്സാമ്പിൾ, വേണ്ട എക്സാമ്പിൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ എഫിലിയേഷൻ നിങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇന്ന സർട്ടിഫിക്കേഷൻ വി ഓൾസോ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഹെഡിങ് എന്താണെന്ന് നോക്കിയാൽ മതി, അപ്പോൾ കറക്റ്റ് കിട്ടും എന്താണെന്നുള്ളത്. ഓക്കെ, പലത് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ആണ്, ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ആയിട്ട് കാണിക്കുക. പക്ഷേ ദാറ്റ്സ് ഓക്കെ. ഇഫ് യു ആർ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറയാനേ. നിങ്ങൾ ചെയ്യുന്നത് പ്രോപ്പർ ചാനലിലൂടെ ആയിരിക്കണം എന്ന് മാത്രം, ഒരു ഓതറൈസ്ഡ് പാർട്ട്ണർ ത്രൂ ആയിരിക്കണം ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പോൾ എല്ലാ സർട്ടിഫിക്കേഷൻസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതെല്ലാം ഒരു ഓതറൈസ്ഡ് പാർട്ട്ണറിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇൻ കേസ് ഒരു എൻക്വയറി വന്നാലും നിങ്ങൾ സേഫ് ആയിരിക്കും. ഓക്കെ, അതിൽ അങ്ങനെ വരുന്നതാണ് ആപ്പിളിൻ്റെ സർട്ടിഫിക്കേഷൻ, ഇൻഡ്യൂട്ടിൻ്റെ സർട്ടിഫിക്കേഷൻ, പലർക്കും അറിയാത്തതാണ്. QBCU സർട്ടിഫിക്കേഷൻ ഉണ്ട്, മെറ്റാൻ്റെ സർട്ടിഫിക്കേഷൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ, പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, സിസ്കോൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് സർട്ടിപ്പോർട്ടിൻ്റെ അകത്ത്. ഇത് കൂടാതെ വെണ്ടർ ന്യൂട്രൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്ന ആരാ സർട്ടിഫിക്കറ്റ് തരാം? മൈക്രോസോഫ്റ്റ് അല്ലല്ലോ തരണ്ടേ. അല്ലെങ്കിൽ എനിക്ക് IT ഉപയോഗിക്കാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് ഡാറ്റ അനാലിസിസ് അറിയാം. ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ IT സ്പെഷ്യലിസ്റ്റ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ IC3 എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ. ഞാൻ ഒരു ഓണ്ടർപ്രണർ ആവാൻ ഉള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ESB സർട്ടിഫിക്കേഷൻ. ഇനി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞാൽ CSB സർട്ടിഫിക്കേഷൻ. ഇങ്ങനെ ആയിരക്കണക്കിന് സർട്ടിഫിക്കേഷൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കോഴ്സ് എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞത്? ഗ്രേറ്റ്. ഇതേപോലെ ഹെൽത്തിലും ഹോസ്പിറ്റാലിലും ഒക്കെ സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഡിസൈനാണ്, അതുകൊണ്ട് ഞാൻ ഇത്രയും ആത്മാർത്ഥത്തോടെ ഇത് വെച്ചേക്കുന്നത്. നിങ്ങളുടെ ലോഗോൻ്റെ കൂടി ഇതേപോലെ നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി പറ്റും, ചെറിയ ചെലവ്. ഇസ് പോസിബിൾ, 100% പോസിബിൾ. ഓക്കെ, ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഫ്യൂ ക്രിട്ടിക്കൽ തിങ്സ്, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഐ എം ഓൾവേസ് വൈൻഡിങ് ഓഫ്. എനിക്കൊരു 5 മിനിറ്റ് കൂടി എടുക്കാൻ മതിയാവുമായിരിക്കും. അതിനുശേഷം എനിക്ക് ഞാൻ Q&Aക്ക് ക്വസ്റ്റ്യൻ ആൻസറിന് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഒന്ന്, ലേൺ അബൌട്ട് എഫിലിയേഷൻസ് ഫസ്റ്റ്. ഏത് എഫിലിയേഷൻ എടുക്കുകയാണെങ്കിലും അവരുടെ കറണ്ട് പാർട്ട്നേഴ്സ് ആരാണ്, അവരുടെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യുക. 2, അതോറിറ്റി ചെക്ക് ചെയ്യുക. ഇവർക്ക് എന്ത് അതോറിറ്റിയാണ് ഉള്ളത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഒതൻറ്റിസിറ്റി എന്താണ്, ഇവർ പറയുന്നതിൻ്റെയൊക്കെ കാര്യകാരണങ്ങൾ ചെക്ക് ചെയ്ത്. ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് പാർട്ട്നേഴ്സിനെ വിളിക്കാറുണ്ട്, ഇന്നൊരു ബോഡി വന്നിട്ടുള്ള അത് ജെനുവിനാണോ. അപ്പം ഞാൻ ആദ്യം ചെക്ക് ചെയ്യുക, അതിൻ്റെ പറയുന്ന അവിടുത്തെ മേലത്തെ ബോഡിക്ക് പോയി മെയിൽ അയച്ചു നോക്കും, ഇന്ന ആൾ ജെനുവിനാണോ എന്നുള്ളത്. അവർ പറഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇവർ പറഞ്ഞാൽ പോലെ ഞാൻ അമിതാഭ് ബച്ചൻ്റെ ഫ്രണ്ടാന്ന് ഞാൻ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. പക്ഷെ അമിതാഭ് ബച്ചൻ പറയുകയാണ് ദീപക് പടി എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. പണ്ട് SAP വന്ന സമയത്ത് ഈ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് പറഞ്ഞു നിങ്ങൾ SAPയിലേക്ക് എഴുതി ചോദിച്ചോ GTech ജെനുവിനാണോ അല്ലേ എന്നുള്ളത്.
അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇത് ചോദിക്കണം, നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ ഹെൽപ്പ് വേണമെങ്കിൽ ഐ എം ഓൾവേസ് ഹിയർ. അതേപോലെ നിങ്ങൾ എക്സിസ്റ്റിംഗ് പാർട്ട്ണറായിട്ട് സംസാരിക്കുക. ചില അതോറിറ്റീസൊക്കെ ഭയങ്കര റൂഡാണ്. അപ്പം അങ്ങനത്തെ എഫിലിയേഷൻ കൊന്നാലും എടുക്കണ്ട. നമ്മൾ അവരെ അടിമകളൊന്നുമല്ലല്ലോ. നമ്മൾ കേരള മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് അവരെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ കുറച്ച് അവർ സംസാരിച്ചു നോക്കി, എക്സ്ട്രീം അവരുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാം. അതേപോലെ അവരുടെ സിലബസ് മനസ്സിലാക്കുക, എക്സാം മോഡ് മനസ്സിലാക്കുക, പാസ് പെർസെൻറ്റേജ് എന്താണ്, മോഡസ് ഓപ്പറാൻഡി എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ടീച്ചേഴ്സിനെ സർട്ടിഫൈഡ് ആക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ടീച്ചർ സർട്ടിഫൈഡ് ആയാൽ കുട്ടികൾ തോൽക്കില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പല സെൻറ്റേഴ്സിനും കിട്ടുന്ന പണി, ഇവർ ഫസ്റ്റ് ബാച്ച് എടുക്കും, കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങും. പിന്നെയാണ് അറിഞ്ഞത് ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല. ഫസ്റ്റ് ബാച്ച് കംപ്ലീറ്റ് അങ്ങോട്ട് ഫെയിൽ ആവും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? എഫിലിയേഷന് കുറ്റം പറയും. ദാറ്റ് ഈസ് ബേസിക്കലി യുവർ മിസ്റ്റേക്ക്. അപ്പോൾ ഇത് ഫസ്റ്റ് നിങ്ങൾ ടീച്ചർ സർട്ടിഫൈഡ് ആക്കാനുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യാം. കുട്ടികൾക്ക് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആദ്യമേ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് ഒരു സൈൻ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ സേഫ് ആയിരിക്കും. ഇപ്പം കുട്ടികൾ വളരെ അഗ്രസീവാണ്, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ സൈൻഡ് കോപ്പി എപ്പോഴും നിങ്ങളെ സേവ് ചെയ്ത് വെക്കും. അതേപോലെ ഇതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ മിനിമം നമ്പേഴ്സ് നമ്മളവർക്ക് ചെയ്യണം. അപ്പോൾ അത് മനസ്സിലാക്കി വേണം, ഒരു കമ്മിറ്റ്മെൻറ്റ് എടുത്തിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ റിലേഷൻഷിപ്പ് കോർഡിലാക്കി ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള എപ്പോഴും ഒരു എഫിലിയേഷൻ വയ്ക്കുക. അവരാണ് എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്യേണ്ടത്. ഒരു സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ കൃത്യമായിട്ടൊരു വസ്തുതയോടെ സിസ്റ്റമാറ്റിക്കായി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ അവരായിട്ട് റിലേഷൻഷിപ്പ് വളരെ കോർഡിലേക്ക് വെക്കുക. നമ്മൾ ഓണേഴ്സാണ്, ഒരു സംശയമില്ല. പക്ഷെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന നിർബന്ധമല്ല. പക്ഷെ വളരെ റെസ്പെക്ട്ഫുൾ റിലേഷൻ, ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റിലേക്ക് നിൽക്കുക. അവരിങ്ങോട്ട് റെസ്പെക്ട് തന്നിട്ടില്ലെങ്കിൽ 100% നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം. പറഞ്ഞാലും ഇല്ലെങ്കിൽ റെസ്പെക്ട്ഫുള്ളി നമ്മൾ റെസ്പെക്ട്ഫുള്ളി ഡീൽ ചെയ്യുക. പറ്റാത്തവരാണ് അപ്പോൾ കട്ട് ഓഫ് ചെയ്ത് മുന്നോട്ട് പോകാം. അവിടെ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. 2 മിനിറ്റ് ഞാൻ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് പറയാൻ വേണ്ടി എടുക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ ഒരുവിധ എല്ലാ എഫിലിയേഷൻസ് നമുക്ക് തരാൻ വേണ്ടി സാധിക്കും. ടെക്നോളജി വെബിനാറോ സെമിനാർസോ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ നമുക്ക് തരാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ കൺസൾട്ടിങ് മോഡിൽ അതൊരു പെയ്ഡ് ഓപ്ഷനാണ്. പെർ അവർ നമ്മൾ ചാർജ് ചെയ്ത് ചെയ്യുന്ന പരിപാടി. നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലംസ് മാത്രം ഡിസ്കസ് ചെയ്ത് എനിക്കറിയാവുന്ന സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്കത് കൺസൾട്ടിങ് വേണം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻസ് ആണ്. ഇത് നമ്മുടെ ഒരു സ്ഥാപനമാണ് ഡൈസ് ഗ്ലോബൽ എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, HR മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങളിലൂടെ. ഞങ്ങൾ ഒരു പ്രോഗ്രാം B2C ചെയ്യുന്നില്ല, B2B മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം B2Cയിൽ നിങ്ങളുണ്ടല്ലോ, അപ്പം നമ്മളിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കൊടുക്കുന്നതൊക്കെ ആക്ച്വൽ ഇൻഡസ്ട്രി സോഫ്റ്റ്വെയർസ് ആണ്. ഇത് HR സ്റ്റഡി അക്കൗണ്ട്സ് ആണ് മറ്റൊരു കമ്പനി. അത് ബേസിക്കലി GST, TDS, ITR, EPFO, UAE VAT, കോർപ്പറേറ്റ് ടാക്സ് ഇത്രയും കാര്യങ്ങളുടെ സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇതെല്ലാം ഒരു 95-98% ആക്ച്വൽ ഇൻഡസ്ട്രി സോഫ്റ്റ്വെയറായിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെ ക്ലിയർ ആണ്. പിന്നെ മറ്റൊന്ന് ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്. ഇതേപോലെ SAP MMO, Zoho ബുക്സോ, അഡ്വാൻസ് എക്സലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മലയാളത്തിലുള്ള ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് 365 വിത്ത് AI എന്ന് പറഞ്ഞിട്ട്. ജോർജ് സാറൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് വേണമെങ്കിൽ നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഏകദേശം 150ഓളം പാർട്ട്നേഴ്സ് നമ്മുടെ സർവീസ് ഉപയോഗിക്കുന്നുണ്ട്. ദൈവം സഹായിച്ചിട്ട് അൽഹംദുലില്ലാ. ഇത് ഏകദേശം നമുക്ക് എല്ലാ എഫിലിയേഷൻ കൂടി നോക്കുമ്പോൾ 287 പാർട്ട്നേഴ്സ് നമ്മുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വന്നതാണ് ഇതെല്ലാം. ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ ടീമിൻ്റെ ഹാർഡ് വർക്കാണ്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും ആ കണ്ണടച്ചിരിക്കുന്ന കുട്ടീനെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. അവർ നോക്കുന്ന സമയത്ത് ഏതൊരു സ്ഥാപനത്തിനേക്കാളും വെല്ലുന്ന സർട്ടിഫിക്കേഷൻസും ക്രെഡിബിലിറ്റി ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനല്ലെങ്കിൽ മറ്റൊരു പാർട്ട്ണർ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതൊരാളും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എൻഡോസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഐ ഹോപ്പ് ഐ കുഡ് കോൺട്രിബ്യൂട്ട് സംതിങ് ടു യുവർ നോളജ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ട് അപ്പോൾ ചോദിക്കാം. സെഷൻ ഇസ് ഓപ്പൺ. ദീപക് സാർ നമസ്കാരം. തിരുവനന്തപുരം ഷമീറാണ്. യെസ് സർ, പറയൂ. ഞാൻ ലാപ്പിലായതുകൊണ്ട് ക്യാമറ ഒന്നും വലിയ ക്ലിയർ ഇല്ല. അപ്പൊ എന്തായാലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഓക്കെ, ഞങ്ങള് റൂട്രോണിക്സിന് ഒരു സ്റ്റഡി സെന്റർ ആണ്. അപ്പൊ റൂട്രോണിക്സിന്റെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ നമ്മളിപ്പം ഇപ്പൊ ടാലി അതേപോലത്തെ SAPയിലും ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കത് താല്പര്യമുണ്ട്. അപ്പൊ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. സോഹോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യൂ ഷമീർജി. എനിക്കറിയാം കേരളത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സെന്റേഴ്സ് റൂട്രോണിക് സെന്റർ ആയിട്ട് നിരന്തരം അവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഷമീർജി. എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലയൻസ് ആണ്. എൻ്റെ എല്ലാ സിമുലേഷൻ സോഫ്റ്റ്വെയർ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഐ ഹോപ്പ് ഞങ്ങളുടെ സർവീസിലൊക്കെ ഹാപ്പി എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നല്ല ലെവലിൽ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും GCC VAT അതേപോലെ തന്നെ നമ്മുടെ GST എല്ലാം കൊടുക്കുന്നുണ്ട്. ഉഷാറാണ്, കുട്ടികൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. പല കുട്ടികളും ചോദിക്കുന്നത് എന്താ പറഞ്ഞാൽ നമ്മളിപ്പോ ഈ സൗദിന്റെ വാറ്റുമായി ബന്ധപ്പെട്ടിട്ടേ ഞാൻ കഴിഞ്ഞ ദിവസം സെമിയുമായി സംസാരിച്ചിരുന്നു. സൗദി വാറ്റ് പല ആളുകൾക്കും ആയിക്കോട്ടെ അത് നമ്മള് അത്രയും പ്രതീക്ഷയോടെ കാത്തിക്കും. മാർച്ച് 20 ലോഞ്ച് ആവുന്നതാണ് ഇപ്പോഴത്തെ ടൈം ലൈൻ ഉള്ളത്. ആയിക്കോട്ടെ സാർ, താങ്ക് യു. വെൽക്കം ജി. അതേപോലെ നിങ്ങൾക്ക് എഫിലിയേഷൻസും കൂടുതൽ സർട്ടിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ടീച്ചേഴ്സ് പലരും അവിടെ
തുരുമ്പെടുത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പഴയത് ഉം. കുറേ വർഷങ്ങളെ ഒന്നും പഠിക്കാതെ നിങ്ങളെല്ലാം പറഞ്ഞോട്ടെ, ഞാൻ കോമൺ ആയിട്ട് പറയുവാണേ, തുരുമ്പെടുത്തിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ടീച്ചേഴ്സ് നമ്മളെ സെന്ററിൽ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വലിയ സെന്റേഴ്സിനെ നോക്കി വാവ് എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യമുള്ള അവിടുത്തെ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ അവർ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളെ സെന്ററിൽ പേടിയാണ് ഇയാളെ പറഞ്ഞ ഇയാൾ പോയി പോകുന്നു. അങ്ങനെ പോകുന്നവരാണ് പോട്ടെ, തുമ്മിയെത്തെറിക്കുന്ന മൂക്കാണ് പോട്ടെ, അവരെല്ലാം വേറെ ആൾക്കാർ കയറി വരും. നിങ്ങൾ അങ്ങനെ പേടിച്ചൊരിക്കലും നമുക്ക് സ്ഥാപനം നടത്താൻ പറ്റില്ല. അവർ പഠിച്ചേ പറ്റുള്ളൂ. 6 മാസത്തിൽ കൊടുത്ത ഒരു സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ അവർ പുതിയ പുതിയ കോഴ്സ് പഠിക്കും, ആപ്പിളിൻ്റെ കോഴ്സ് പഠിക്കും, സ്വിഫ്റ്റ് പഠിക്കും, അങ്ങനെ ഇൻഡ്യൂട്ട് പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മുടെ സ്ഥാപനം വളരുക. അപ്പോൾ അതുകൊണ്ട് അവരെ 6 മാസം കൂടുമ്പോൾ സർട്ടിഫിക്കറ്റ് പുതുക്കിയില്ലെങ്കിൽ അവരെ സാലറി മാറാൻ പാടില്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾ അത് എൻ്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ശരി, താങ്ക് യു ഷമീർജി. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ പ്ലീസ്? അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാം. 3:45 സെഷൻ ടക്ക് സ്റ്റോപ്പ് ആവട്ടോ. സാറിന് എനിക്ക് പണ്ടേ പരിചയമുള്ളതാണ്. കുറെ കാലമായിട്ട് പരിചയമുള്ളതാണ്. പക്ഷെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു സ്കിൽ ഹബ് എന്ന് പറഞ്ഞ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് എന്താണ് അതിന്റെ ഇന്റീരിയർ വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോ പുതിയതായിട്ട് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഇപ്പോൾ ഞാൻ TM എന്തായാലും രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഓരോ പണികളും മുന്നോട്ട്, അപ്പോൾ IS എന്തായാലും എടുക്കണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്തു തുടങ്ങുകയാണ്. അപ്പൊ എന്തായാലും ഈ സെഷൻ ഉഷാറായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തുടക്കം തന്നെ ഉഷാറായിട്ട് പോകാൻ കഴിയുമല്ലോ. അത് വലിയൊരു കിട്ടൽ തന്നെയാണ്. അതെ അതെ, നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് ISO 9001 2015 സർട്ടിഫൈഡ് നിർബന്ധമായിട്ട് നിങ്ങളെ പേരിന് താഴെ വെക്കണേ. എല്ലാവരും വെക്കണം കേട്ടോ, വെച്ചിട്ടില്ലെങ്കിൽ വെക്കണം. അല്ല, അത് ചെയ്യണം. ISOന്റെ എടുക്കണം. കാരണം TMന്റെ കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ശരി, TMന് കൺഫർമേഷൻ വെയിറ്റ് ചെയ്യേണ്ട, അത് വലിയ പ്രോസസ്സാണ്. ഇത് പെട്ടെന്ന് ആദ്യം ചെയ്യാം. ഒരു 10 ദിവസം കൊണ്ട് നിങ്ങളെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടും, ISO സർട്ടിഫിക്കറ്റ്. അപ്പൊ അവിടെ ഇൻസ്പെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഒന്നുമില്ല. ഞാൻ പറയാം, അത് എടുക്കുന്ന ബോഡി അനുസരിച്ചിരിക്കും. ഏതാണോ ബോഡി അതനുസരിച്ചിരിക്കും. ഞാൻ ശ്രീകുമാർ സാറിന്റെ ക്വസ്റ്റ്യൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല സാർ, അപ്പം മുതൽ ഈ സമയം വരെ സാർ ക്യാമറയിൽ ഓണാണ്. സാർ പറയൂ. സാർ മ്യൂട്ടാണേ. Deepak sir, first of all, thank you for your valuable time delivering to us. ഞാൻ പ്രതീക്ഷയിലും വളരെ കൂടുതൽ ഇൻഫർമേഷൻസും ഡയറക്ഷൻസും ഉള്ള ഒരു സെഷൻ ആയിരുന്നു. ബേസിക്കലി അങ്ങനെ വളരെയധികം എനിക്ക് ഐഡിയ ഉള്ള ഒരു മേഖലയല്ല. ഈവൻ ഞാൻ ഔട്ടർ ലെയറിൽ നിന്ന് ഈ പറഞ്ഞ കേട്ടിരിക്കുന്ന എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഡീപ്പായിട്ട് പോകണമെന്നോ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു ഷാർപ്നെസ്സോ എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടും അതിന്റെ ഒരു ഫോക്കസ് കുറെ നാളുകളായിട്ട് സ്കില്ലായിരുന്നില്ല. കോവിഡിന് ശേഷം വേണമെങ്കിൽ സ്കില്ലിങ്ങിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം, കുറച്ചും കൂടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. എനിക്ക് തോന്നുന്നു അത് എനിക്കും എല്ലാവർക്കും വളരെ ഡയറക്റ്റീവ് ആവുകയും കുറേയധികം മോട്ടിവേറ്റ് ചെയ്യുകയും അതിന്റെ ഒരു സ്കോപ്പും കിട്ടിയ ഒരു ചെറിയ ഷോർട്ട് സെഷൻസ്. സാധാരണ സെഷൻസ് കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് ബോറടിച്ചു തുടങ്ങും. ആ ലെവലിൽ എത്തുന്നതിന് മുമ്പ് സാറ് നിർത്തുകയും ചെയ്തു. എനിവേ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ ആൻഡ് ദി നെറ്റ്വർക്കിംഗ് ഓപ്ഷൻ. താങ്ക് യു വെരി മച്ച്. വെൽക്കം സർ, താങ്ക് യു സോ മച്ച്. മറ്റാർക്കെങ്കിലും ഒരാൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 8 മിനിറ്റ് കൂടി ഉള്ളൂ. ഏതെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ട് പറഞ്ഞുതരാം. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചോദ്യം ചോദിച്ചോട്ടെ? ഓ പ്ലീസ് ഗോ ഹെഡ്. ഈ സിക്കിം ബേസ്ഡ് യൂണിവേഴ്സിറ്റികളുടെ ഈ BVOC പ്രോഗ്രാംസിന്റെ ഒക്കെ ഒരു സാധ്യതയോ അല്ലെങ്കിൽ അതിന്റെ ഒരു വാലിഡിറ്റിയോ യൂട്ടിലൈസേഷനോ എന്താണ്? പലരും ഇഷ്ടംപോലെ പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഈ സ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അഡ്വർടൈസ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. NCVT വെബ്സൈറ്റ് പോയിട്ട് സെർച്ച് ചെയ്യാം. വേറെ ഒന്നുമില്ല സാറേ. NCVT വെബ്സൈറ്റ് ലിസ്റ്റഡ് ആണെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾ മുന്നോട്ട് പോയിക്കോളും, കുഴപ്പമില്ല. NCVT ഉണ്ടാവും, അതേപോലെ UGCയിൽ അവർ ലിസ്റ്റഡ് ആണെന്ന് നോക്കി. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും പോവാം കേട്ടോ. അല്ലെങ്കിൽ അത് കേരളയിലെ ഒരു യൂണിവേഴ്സിറ്റി ഇതിലേക്ക് എത്താൻ പോകണില്ല. കാരണം അവർക്കൊന്നും അങ്ങനത്തെ ഒരു ഡ്രൈവ് ഇല്ല. കാരണം പലതും എല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അല്ലേ. സാധ്യതയില്ല. അവർ പറയുന്ന ഓപ്ഷൻസ് വളരെയധികം അട്രാക്റ്റീവ് ആണ്. പിള്ളേരെ വേണമെങ്കിൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ തോന്നാറുണ്ട് അവരുടെ കോഴ്സുകളും അവരുടെ ഒരു പ്രസന്റേഷൻസ് കാണുമ്പോൾ. നല്ലൊരു തലവനില്ല എന്നുള്ളതാണ് ബേസിക് യൂണിവേഴ്സിറ്റിയുടെ പ്രോബ്ലം. എനിവേ, നമുക്ക് തിരുത്താൻ കഴിയില്ല. ശരിയായി വരട്ടെ അവർ. ഷെഫീഖ് ജി, റഷീദ് ജി, സതീഷ് സർ, എന്തെങ്കിലും പറയാമേ? സരിത മിസ് അല്ല, നീനു മിസ്സേ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സജ്ന മിസ്. എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ കാര്യം തന്നെയായിരുന്നു ചോദ്യം. അത് പക്ഷെ ഇപ്പൊ സാറ് ചോദിച്ചു. ശരി, ഓക്കെ റൈറ്റ്. എനി ടൈം നിങ്ങൾക്ക് നമ്പർ ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം കേട്ടോ. ഓക്കെ, ചോദിച്ചോളൂ സാർ. ആരും സംസാരിക്കണ്ടെന്നല്ലോ.
ഷഫീഖാണ്, കാസർഗോഡ് നിന്നാണ്. പറയൂ. ഓ, കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല ഇൻഫർമേഷൻ ആണ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് സർ തന്നത്. കാരണം സെക്ഷൻ തന്നെ ഒരു പോറടിയില്ലാതെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റി. അതിൽ വളരെ നന്ദി കടപ്പാട് അറിയിക്കുന്നുണ്ട് സാറിനോട്. പറഞ്ഞുകൊണ്ടല്ല, കാരണം വെച്ചാല് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കുറെ ഡൗട്ടും കാര്യങ്ങളും പണ്ടേ ഉള്ളതാണ്. അപ്പം സാർ ഇപ്പം പറഞ്ഞതിൽ കുറെ ഉപകാരമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. താങ്ക്സ്. സാറിനെ പേഴ്സണലി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വിളിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. എനി ടൈം. ഓക്കെ, സോ വിത്ത് ദിസ് ലെറ്റ് us വൈൻഡ് ഓഫ്. നമ്മുടെ ടീമിൽ ആരാളുള്ളത് ഇവിടെ? നമ്മുടെ ടീമിൽ ആരാളുള്ളത്? സെമിയുണ്ട് സർ. ഓ, മാഡം പറയൂ. എല്ലാവർക്കും വളരെ നമ്മളെ സ്നേഹം അറിയിക്കൂ, നന്ദി അറിയിക്കൂ പ്ലീസ്. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് സെമിയ എന്നാണ്. ഞാൻ ഇവിടുത്തെ കസ്റ്റമർ റിലേഷൻസ് ഓഫീസറാണ്. എന്നെ എന്റെ ഇവിടെ പല സുഹൃത്താണ്. അതെ. അതെ, താങ്ക് യു സർ. അപ്പോ ഇവിടെ കൂടിയ പലർക്കും എന്നെ പേഴ്സണലി അറിയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ സെഷന്റെ ഉദ്ദേശം ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷനെ എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും, എത്രത്തോളം നമ്മുടെ കോഴ്സുകളെ എൻഹാൻസ് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് ഏത് രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും, ഇതൊക്കെയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. അത് നമ്മൾ നല്ല രീതിയിൽ അത് സർ ജസ്റ്റിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നിങ്ങളെ സംശയങ്ങൾ അതിന് തെളിവായിട്ട് സ്വീകരിക്കുകയാണ്. ഓരോരുത്തരും ചോദിച്ച സംശയങ്ങളിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ താല്പര്യമുള്ളവർ നിങ്ങളെ ആര് കോൺടാക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ സെഷനിലേക്ക് വന്നതെന്ന് വെച്ചാൽ അവരെ കോൺടാക്ട് ചെയ്ത് സാറുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കാനോ ഏത് സർട്ടിഫിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനോ നമ്മൾ സഹായകമാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നോമ്പിന്റെ സമയത്ത് നോമ്പെടുത്തിട്ടുള്ള കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും, ഇന്ന് കൂടിയിരുന്ന എല്ലാവർക്കും ഞാൻ താങ്ക്സ് അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. നല്ലൊരു ദിവസം നേരുന്നു. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഓക്കെ, ബൈ ടീം. നമ്മുടെ ടീമിൽ വേറെ ഒരാളുള്ള അമിത ഉണ്ടല്ലോ. അമിത. യെസ്. ഓക്കെ, നമ്മളെ സോ സെമി പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഈ സെഷൻ അത്രയും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സർ എൻ്റെ സൈഡിൽ നിന്ന് ടോണി സാറ് കയറിയിട്ടുണ്ടായിരുന്നു, ടോണി മാത്യു. സാറിന് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, ബട്ട് സാർ ഒന്നും ചോദിച്ചില്ല. ടോണി സാർ വ്യക്തിപരമായി ചോദിക്കാനായിരിക്കണം. സാർ യെസ്. ഇറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ. എന്നാ ബൈ, എല്ലാവർക്കും ബൈ കേട്ടോ. എനിവേ എന്തായാലും താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. സോ ഞാൻ സെഷൻ എൻഡ് ചെയ്യണേ. പ്ലീസ്.